നമുക്ക് പ്രാർത്ഥിക്കാം. വർക്കുമാർ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ തിരുനാമം പരിശുദ്ധമാക്കപ്പെടണമേ, നിന്റെ രാജ്യം വരണമേ, നിന്റെ തിരുവിഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം ഞങ്ങൾക്ക് തരണമേ, ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ബ്ലർഡ് ആവുന്നുണ്ട് കേട്ടോ വെച്ചോ, സൗണ്ടേ വൈഫൈ കണക്ട് ചെയ്തോ, അതായിരിക്കും. ഓക്കെ, ഒരു മിനിറ്റ്. ഇപ്പൊ കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട്. ഓക്കെ, വൈഫൈ കണക്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. പിതൃപുത്ര പരിശുദ്ധഹായാം ദൈവമായ കർത്താവെ, അനുഗ്രഹീതമായ സന്ധ്യയിൽ ഒരുമിച്ച് ചേർന്ന് നിന്റെ തിരുവചനത്തെ ധ്യാനിക്കുവാൻ കൊണ്ട് ഞങ്ങളുടെ ഓരോരുത്തരുടെയും മനസ്സുകളെയും ഹൃദയങ്ങളെയും അവിടുന്ന് ഒരുക്കണമേ. ഞങ്ങളുടെ ഹൃദയങ്ങളിലേക്കും ഞങ്ങളുടെ മനസ്സുകളിലേക്കും കർത്താവെ അവിടുത്തെ ദൈവവചനത്തിന്റെ വെളിച്ചത്തെ പകർന്നു വരുമാറാകണമേ. ഞങ്ങളിലുള്ള ബലഹീനതകളെ ഓർക്കാതെ അവിടുത്തെ കൃപയാൽ കർത്താവെ നിന്റെ തിരുവചനത്തിന്റെ രഹസ്യങ്ങളെ മനസ്സിലാക്കുവാൻ തക്കവണ്ണം പുതിയ തലമുറയിലേക്ക് അവയൊക്കെയും കൈമാറ്റം ചെയ്യപ്പെടുവാൻ തക്കവണ്ണം ഞങ്ങൾ ഓരോരുത്തരും അവിടെ നിന്ന് ഉപയോഗിക്കുമാറാകണമേ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധ റൂഹായുടെ നാമത്തിൽ തന്നെ ആമേൻ. Yeah, hopefully we can conclude our session by today. ഈ പുസ്തകം ഇന്നുകൊണ്ട് പൂർത്തീകരിക്കാൻ പറ്റുമെന്ന് ഞാൻ വിചാരിക്കുന്നു. നമുക്ക് നേരെ ഒരുപാട് ഇൻട്രൊഡക്ഷൻ ഇല്ലാതെ തന്നെ ക്ലാസ്സിലേക്ക് കിടക്കാം. ചാപ്റ്റർ 4 ആണ് അവസാനത്തെ യൂണിറ്റിന്റെ ചാപ്റ്റർ 4. പഴയ നിയമവും ദൈവശാസ്ത്രവും എന്ന ഭാഗത്തെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. പഴയ നിയമവുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചതിൽ നിന്നും നമുക്ക് ഇനി ഏറ്റവും അവസാനത്തെ 2-3 ഭാഗത്തേക്കാണ് പ്രവേശിക്കുന്നത്. അതിലെ ഏറ്റവും 4ാമത്തെ ചാപ്റ്ററിന്റെ ടൈറ്റിലാണ് പഴയ നിയമവും ദൈവശാസ്ത്രവും. പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും നമ്മൾ കാണുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു സിമിലാരിറ്റി എന്ന് പറയുന്നത്, നന്മ ചെയ്യുന്നവർക്ക് ദൈവം തമ്പുരാൻ നല്ല പ്രതിഫലം കൊടുക്കുമെന്നും അതുപോലെ തന്നെ തിന്മ ചെയ്യുന്നവർക്ക് അതിൻ്റെതായിട്ടുള്ള പണിഷ്മെന്റ് കൊടുക്കും എന്നുള്ള രീതിയിലുള്ള ചിന്ത പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും ഒക്കെ കാണാം. അതുപോലെ തന്നെ പുതിയ നിയമത്തിന്റെ ഒരു പ്രധാനപ്പെട്ട വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പ്രസംഗമാണ്, അല്ലെങ്കിൽ യേശു ക്രിസ്തുവിന്റെയും യോഹന്നാൻ സ്നാപകന്റെയും ഒക്കെ കേൾക്കുന്നില്ല. ഉള്ള ഒരു പ്രത്യാശയായിരുന്നു പഴയ നിയമത്തിലെ പഴയ നിയമ കാലഘട്ടത്തിലെ അല്ലെങ്കിൽ പഴയ നിയമ പുസ്തകങ്ങളിലെ പ്രധാനപ്പെട്ട പ്രതിപാദ്യങ്ങളിൽ ഇമ്പോർട്ടന്റ് ആയ പല സംഗതികളും ഈ മെസ്സിയാനിക് ഹോപ്പുമായി ബന്ധപ്പെട്ടതായിരുന്നു. യഹോവ എന്നേക്കും രാജാവായി വാഴും
എന്നുള്ള യഹോവയുടെ നിത്യമായ വാഴ്ചയെക്കുറിച്ചുള്ള ഭാഗം പുറപ്പാട് പുസ്തകത്തിൽ നമ്മൾ കാണുന്നുണ്ട്. അതുപോലെ തന്നെ യഹോവ ആയ ദൈവം ആധിപത്യം വഹിക്കുന്നതും ന്യായപ്രമാണം അനുസരിച്ച് ജീവിക്കുന്നവർക്ക് അവകാശമായി നൽകുന്നതുമായ ഭൗതിക രാജ്യത്തെക്കുറിച്ചും അതിലെ സമൃദ്ധിയെക്കുറിച്ചുമുള്ള ചിന്തയാണ് പഴയ നിയമത്തിലെ പല പുസ്തകങ്ങളും. അത് നമുക്ക് പുതിയ നിയമത്തിലും കാണാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ഈ ലോകത്തിൽ വളരെ വേർച്വസ് ആയിട്ട് ജീവിക്കുന്ന ഒരാൾക്ക് ദൈവം തമ്പുരാൻ നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള മെറ്റീരിയൽ ആയിട്ടുള്ള ബെനിഫിറ്റ്സ് ഒക്കെ ദൈവം തമ്പുരാൻ കൊടുക്കുമെന്ന് കാണുന്നുണ്ട്. പക്ഷെ എന്നാൽ നമ്മൾ യഥാർത്ഥം പ്രധാനപ്പെട്ട പോയിന്റ്സിലേക്ക് കടന്നു വരുവാണെങ്കിൽ യഹോവയുടെ ദിവസം എന്ന് പറയുന്ന ഒരു ആശയം, അതാണ് പഴയ നിയമത്തിലെ തിയോളജിയിലെ ഒരു പ്രധാനപ്പെട്ട സംഗതിയാണ് യഹോവ ദ ലോർഡ്സ് ഡേ. ഈ ലോർഡ്സ് ഡേ എന്ന് പറയുമ്പോൾ നമ്മൾ ഈ സൺഡേ എന്ന് പറയുന്ന അല്ലെങ്കിൽ കർത്തൃ ദിവസം എന്ന് പറയുന്ന അതിനെക്കുറിച്ചല്ല. യഹോവയുടെ ദിവസം എന്ന് പറഞ്ഞാൽ യഹോവ പ്രവർത്തിക്കുന്ന ദിവസം എന്നാണ് അതിന്റെ അർത്ഥം. അതായത് യഹോവയായ ദൈവം ഈ യഹൂദ ജനത്തെ അല്ലെങ്കിൽ ഇസ്രായേൽ ജനത്തെ എതിർക്കുന്ന സകല ശത്രുക്കളെയും പരാജയപ്പെടുത്തിക്കൊണ്ട് നിത്യമായ ഒരു രാജ്യം സ്ഥാപിക്കുമെന്നും അവിടെ യഹോവയായ ദൈവ തമ്പുരാന്റെ ഇഷ്ടമനുസരിച്ചുള്ള ഒരു രാജ്യമായിരിക്കും അവിടെ സ്ഥാപിക്കപ്പെടാൻ പോകുന്നതെന്നും നന്മ ചെയ്യുന്നവർക്ക് നന്മ ലഭിക്കുകയും അതുപോലെ തന്നെ ദൈവജനത്തെ ഉപദ്രവിക്കുന്ന ആൾക്കാർക്ക് ദൈവം തമ്പുരാന്റെ ഭാഗത്തുള്ള ശിക്ഷ ലഭിക്കുന്നൊക്കെയുള്ള ഒരു ചിന്ത നമ്മൾ പുതിയ നിയമത്തിലേക്ക് വരികയാണെങ്കിൽ അതിനെ ഒരു യുഗാന്ത്യം എന്ന് പറയുന്ന ഒരു ഭാഗവുമായിട്ട് വേണമെങ്കിൽ നമുക്ക് താരതമ്യപ്പെടുത്താവുന്നതാണ്. അതുപോലെ തന്നെ നമുക്ക് ഇപ്പം ചർച്ച് ലൈഫ് എന്ന് പറയുന്ന പോലെ തന്നെ അവിടുത്തെ ഒരു റിച്വൽ ലൈഫ് ഉണ്ടായിരുന്നു പഴയ നിയമത്തിലെ ആളുകൾക്ക്. ആ റിച്വൽ ലൈഫ്, യാഗങ്ങൾ, മതപരമായ അനുഷ്ഠാനങ്ങൾ തുടങ്ങിയ കാര്യങ്ങളെല്ലാം അവരുടെ ജീവിതത്തെ ഇതുപോലെയുള്ള യഹോവയുടെ ദിവസത്തിലേക്ക് പ്രിപ്പയർ ചെയ്യിക്കുന്ന രീതിയിലുള്ളവയായിരുന്നു. 2, പ്രവാചകന്മാരും യഹോവയുടെ ദിവസവും. യഹോവയുടെ ദിവസത്തെക്കുറിച്ചുള്ള പ്രധാനപ്പെട്ട ചിന്തകൾ എല്ലാം ആദ്യം കടന്നു വരുന്നത് 8-ാം നൂറ്റാണ്ടിലെ 4 പ്രവാചകന്മാരാണ്. 8-ാം നൂറ്റാണ്ടിൽ 4 പ്രവാചകന്മാരാണുള്ളത്. അത് 4 പ്രവാചകന്മാർ യഹോവയുടെ ദിവസം എന്ന ചിന്തയ്ക്ക് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നു. അതിൽ ആമോസ്, ഹോശയ, യെശയ്യാവ്, മീഖ എന്നീ 4 പേരുടെ പേര് പ്രത്യേകമായിട്ട് എടുത്ത് പറയുന്നുണ്ട്. അതുപോലെ തന്നെ യഹോവയുടെ ദിവസത്തിന്റെ പ്രത്യേകത അത് ന്യായവിധിയുടെ ദിവസമാണ് എന്നിങ്ങനെ ഉള്ള ഒരു ചിന്തയും അവർ പങ്കുവയ്ക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇസ്രായേലിൽ പ്രത്യേക പദവിയും ആനുകൂല്യവും ഉള്ളത് കൊണ്ട് ശിക്ഷയും കഠിനമായിരിക്കും. നമ്മൾ ചൊവ്വാഴ്ച സന്ധ്യ നമസ്കാരത്തിൽ പറഞ്ഞ അറിവില്ലാത്തവൻ ലഘുദണ്ഡനമേൽക്കും, ഉണ്ടറിവെന്നാൽ ഒന്നും ചെയ്യാത്ത ഞങ്ങളെ അയ്യോ എന്ന് പറഞ്ഞൊരു പാട്ടുണ്ട്. അതായത് ഇസ്രായേൽ ജനം ദൈവം കൂടുതൽ സ്നേഹിക്കുന്നവരായതുകൊണ്ട് അവർ തെറ്റ് ചെയ്തു പോയാൽ അവർക്ക് ലഭിക്കുന്ന ശിക്ഷയും അധികമായിരിക്കും എന്ന് പ്രവാചകന്മാരിൽ കൂടെ പ്രത്യേകിച്ച് ആമോസിന്റെ പുസ്തകം 3-ാം അധ്യായം 2-ാം വാക്യത്തിൽ കാണുന്നുണ്ട്. തൊട്ടടുത്ത ഭാഗത്തേക്ക് വരികയാണെങ്കിൽ യഹോവയുടെ ദിവസവും അല്ലെങ്കിൽ മെശിഹായുടെ രാജ്യവും പ്രവാസവും. അതായത് പ്രവാസം എന്ന് പറയുന്ന ആ ഒരു ആശയം ഇസ്രായേൽ ജനത്തിന്റെ ഇടയിലേക്ക് കടന്നു വന്നതിന് ഒരു ഉദ്ദേശം ഉണ്ടായിരുന്നു എന്നും അതിന്റെ ഉദ്ദേശം എന്തായിരുന്നു എന്നുള്ളതാണ് ഇവിടെ പ്രധാനമായിട്ടും പ്രതിപാദിക്കുന്നത്. അതായത് പ്രവാസം എന്ന് പറയുന്നത് അവരുടെ സാധാരണ ജീവിതത്തിന് ഒരുപാട് പ്രയാസങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അതായത് സാധാരണ പോലെയുള്ള ഫ്രീഡം അവരുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല. മറ്റൊരാളുടെ കൺട്രോളിൽ ജീവിക്കേണ്ടി വരുന്നു. അവർ പറയുന്ന കാര്യങ്ങൾ അവർ പറയുന്ന അനുസരിച്ച് ചെയ്യേണ്ടി വരുന്നു. ഹലോ, എന്താ പറ്റി? കേക്കാമോ? കേക്കാമല്ലോ. ഓക്കെ, എന്തോ ഇടയ്ക്ക് സൗണ്ട് കേട്ടുകൊണ്ടു. ഓക്കെ, അപ്പം അങ്ങനെ ഈ പ്രവാസം എന്ന് പറയുന്നത് ദൈവം തമ്പുരാന്റെ ശക്തി കുറയുമ്പോൾ ശത്രുക്കൾ ഇസ്രായേൽ ജനത്തെ പരാജയപ്പെടുത്തുന്നു എന്നുള്ളൊരു ചിന്തയേക്കാൾ ഉപരിയായി ഇസ്രായേൽക്കാർ ദൈവത്തിന്റെ ജനം ദൈവത്തിൽ നിന്ന് അകലുമ്പോൾ അവർക്ക് ശിക്ഷയായി ഇതുപോലെയുള്ള മറ്റ് ജാതികൾ അവരെ പ്രവാസികളെ പിടിച്ചുകൊണ്ട് പോകുന്നു എന്നൊരു ചിന്ത അവരുടെ ഇടയിലേക്ക് ഉണ്ടാകുവാൻ തക്കവണ്ണം കാരണമായിട്ടുണ്ട്. അതുപോലെ തന്നെ യഹോവയുടെ രാജകീയ ആധിപത്യം എന്ന് പറയുന്ന ഒരു സംഗതിയെക്കുറിച്ച് നമ്മൾ മുമ്പേ കേട്ടു. മശിഹായുടെ രാജ്യം, യഹോവയുടെ ദിവസം എന്ന് പറയുന്ന അതായത് ഇതുപോലെയുള്ള പ്രവാസത്തിലൂടെ കടന്നു പോകുമ്പോഴും വിശ്വസ്തരായി ജീവിച്ചാൽ ഈ മശിഹായുടെ ദിവസം, മശിഹായുടെ രാജ്യം സ്ഥാപിക്കപ്പെടുമ്പോൾ നമ്മളും ആത്മീയമായ രൂപാന്തരം ഉണ്ടാകും എന്നുള്ള രീതിയിൽ അവര് ജീവിതത്തെ ക്രമീകരിക്കാൻ തുടങ്ങി. അതുപോലെ തന്നെ
ഇസ്രായേൽ ജനത്തെ നന്നാക്കാൻ വേണ്ടി ഇസ്രായേലിന് പുറത്തുള്ള വിജാതീയരെ പോലും ദൈവം തമ്പുരാൻ ഉപയോഗിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. 3-ാമത്തെ പാരഗ്രാഫിന്റെ ഏറ്റവും അവസാനത്തെ ഭാഗമാണ്. അതായത് പാർസി രാജാവായ കോരേശ്. നമ്മൾ പലയിടത്തും ഭാഗങ്ങൾ പഴയ നിയമം വായിക്കുമ്പോൾ ഒരുപാട് റിപ്പീറ്റ് ചെയ്ത് കേൾക്കുന്ന ഒരു പേരാണ് പാർസി രാജാവായ കോരേശ്. കോരേശ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തെ വിളിക്കുന്ന പേര് ഇടയനും അഭിഷിക്തനും ഒക്കെ ഉള്ള രീതിയിൽ യെശയ്യാ പ്രവചനത്തിൽ നമ്മൾ പരാമർശിക്കപ്പെട്ട് കാണുന്നുണ്ട്. കാരണം അത്രമാത്രം ഇസ്രായേൽ ജനത്തിന് ഒരു രക്ഷകനായിട്ട് നന്മയായിട്ട് ഒക്കെ കടന്നു വന്ന ഒരാളാണ്. അതായത് ദൈവം തമ്പുരാൻ ഇസ്രായേൽ ജനത്തെ രക്ഷപ്പെടുത്താൻ ഉപയോഗിക്കുന്നത് ഇസ്രായേൽ ജനത്തിന്റെ ഉള്ളിലുള്ള ആളുകളെ മാത്രമല്ല, പുറത്ത് വിജാതിയരുടെ കൂട്ടത്തിലുള്ള ആളുകളെ പോലും ഉപയോഗിക്കുന്നു, പ്രകൃതിയെ പോലും ഉപയോഗിക്കുന്നു എന്നുള്ള ഒരു ആശയം നമുക്ക് കാണാൻ സാധിക്കും. ദൈവത്തിന്റെ ആധിപത്യം ജാതികളിൽ മാത്രമല്ല പ്രകൃതിയിന്മേലും വ്യാപിക്കുമെന്നും അവരുടെ രാജ്യം നിത്യമാകുമെന്നുള്ള ചിന്തയ്ക്ക് അവിടെ പ്രാധാന്യം ലഭിക്കുന്നുണ്ട്. അത് അതിന്റെ വേഴ്സസ് നോക്കുകയാണ്. സങ്കീർത്തനങ്ങൾ 145:13, 103:19 തുടങ്ങിയ വാക്യങ്ങൾ അതിന്റെ ഡീറ്റെയിൽസ് നമുക്ക് കാണാൻ പറ്റും. അടുത്ത ഭാഗം പ്രവാസത്തിന് ശേഷമുള്ള കാലഘട്ടത്തെ കുറിച്ചാണ്. അതായത് പ്രവാസം എന്ന് പറയുന്നത് ഒരു നിരാശയുടെ കാലഘട്ടമാണല്ലോ. പ്രവാസത്തിന് ശേഷം ദൈവസന്നിധിയിലേക്ക് നമ്മൾ കൂടുതൽ അടുക്കുമ്പോൾ ദൈവം നമ്മൾ ചെയ്തു പോയ തെറ്റുകളിൽ നിന്നും നമുക്ക് പാപമോചനം നൽകുകയും അല്ലെങ്കിൽ ദൈവത്തിന്റെ പാപക്ഷമ ഉണ്ടാവുകയും പഴയ ആ ഒരു സ്വാതന്ത്ര്യം, ദൈവത്തോടുള്ള സ്വാതന്ത്ര്യം തിരികെ ലഭിക്കും എന്നുള്ള ഒരു യഹോവയുടെ ആധിപത്യം, നിത്യവും സാർവത്രികവുമായ യഹോവയുടെ ആധിപത്യം എന്ന പ്രവാചക ആശയങ്ങൾക്ക് നിരക്കാത്ത അനുഭവങ്ങൾ ഉണ്ടായപ്പോൾ, അതുപോലെ തന്നെ രാജ്യം നഷ്ടപ്പെട്ട വിദേശ മേൽക്കോയ്മയ്ക്ക് അടിയറ വെക്കേണ്ടി വന്നപ്പോൾ, അതുപോലെ തന്നെ ആ സമയത്ത് പതറിപ്പോയ ജനത്തിന് ദൈവത്തിന്റെ ആധിപത്യം ഭാവിയിൽ സ്ഥാപിക്കപ്പെടുമെന്നുള്ള ചിന്ത ആശ്വാസം നൽകുകയുണ്ടായി. അതായത് യുഗാന്ത്യ ചിന്തയുമായി ബന്ധപ്പെട്ട പ്രവാചനങ്ങൾ യെശയ്യാ പ്രവാചനത്തിലൊക്കെ കാണുന്നുണ്ടെങ്കിലും പക്ഷെ അതിന് കുറച്ചും കൂടെ മുൻതൂക്കം ലഭിക്കുന്നത് വെളിപ്പാട് സാഹിത്യത്തിലാണ് എന്ന് നമുക്ക് കാണാം. അതായത് വെളിപ്പാട് സാഹിത്യം എന്ന പേരിൽ അറിയപ്പെടുന്ന ചില പുസ്തകങ്ങളെ കുറിച്ച് നമ്മൾ നേരത്തെ സംസാരിച്ചിരുന്നു. എന്നാൽ ചില പുസ്തകങ്ങൾ മാത്രമല്ല, അതുപോലെ തന്നെ ചില പ്രത്യേക അധ്യായങ്ങൾ, വെളിപാട് സാഹിത്യത്തിൽ പെടാത്ത ചില പുസ്തകങ്ങളിലെ ചില അധ്യായങ്ങൾ പോലും ഈ വെളിപാട് സാഹിത്യത്തിന്റെ ഭാഗമായി മാറുന്നത്. അതായത് യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിലും സഖറിയ പ്രവാചകന്റെ പുസ്തകത്തിലും ചില അധ്യായങ്ങൾ വെളിപാട് സാഹിത്യത്തിന്റെ ഭാഗമായിട്ട് നമ്മൾ കാണുന്നുണ്ട്. പ്രവാസത്തിന് ശേഷം ഒരു നന്മയിലേക്ക് കടന്നു വരൂ എന്നുള്ള ഒരു വലിയ പ്രത്യാശ അവർക്കുണ്ടായിരുന്നതും നമ്മൾ കാണാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ദൈവത്തിന്റെ ആധിപത്യം യാഥാർത്ഥ്യമോ എന്നൊരു ചോദ്യമാണ് പിന്നീട് വരുന്നത്. അതായത് അവിടെ നമ്മൾ കാണുന്നത് രണ്ട് കാര്യമാണ്. രണ്ട് തരത്തിലുള്ള രാജ്യം, ദൈവത്തിന്റെ ആധിപത്യം അംഗീകരിക്കുന്ന ഒരു രാജ്യവും ദൈവത്തിനെതിരായി പടപൊരുതുന്ന സാത്താന്റെ രാജ്യവും. ഈ രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള ഒരു സംഘർഷം ഒരാളുടെ മനസ്സിൽ തുടങ്ങി സമൂഹത്തിലും അതുപോലെ ഇസ്രായേൽ ജനത ഒന്നാകെയും അവരുടെ ഇടയിലൊക്കെയും ഉണ്ടായിരുന്ന ഒരു ചിന്തയാണ്, ഇതിലേതാണ് കൂടുതൽ സ്ട്രോങ്? യഹോവയുടെ ദൈവത്തിന്റെ ആധിപത്യം അംഗീകരിക്കുന്ന ഒരു രാജ്യം ചിലപ്പോഴൊക്കെ അതിന് ഒരു പരാജയം സംഭവിക്കുന്നതായിട്ട് പോലും ഇസ്രായേൽ ജനതയ്ക്ക് തോന്നാറുണ്ടായത്. അതായത് കൂടുതൽ വിജയം വരിക്കുന്നത് തെറ്റിനാണ്, തിന്മയ്ക്കാണ് കൂടുതൽ വിജയം ലഭിക്കുക. അതുകൊണ്ട് അതല്ലേ കൂടുതൽ നമ്മുടെ ഇടയിലും ഇന്ന് ഒരുപാട് ഈ പിശാചിനെ ആരാധിക്കുന്ന ആളുകൾ കൂടി വരുന്ന ഒരു സാഹചര്യമാണ്. അവര് പറയുന്ന ഒരു വലിയ ഒരു കാരണവും അത് തന്നെയാണ്. ദൈവം തമ്പുരാൻ ജനത്തിന് പരീക്ഷണങ്ങൾ കൊടുത്ത് അവരെ കൂടുതൽ വീക്കാക്കി മാറ്റിക്കൊണ്ടിരിക്കുമ്പോൾ പിശാച് അവരെ കൂടുതൽ കൂടുതൽ സന്തോഷത്തിലേക്കും ആഹ്ലാദത്തിലേക്കും അതുപോലെയുള്ള കാര്യങ്ങളിലേക്കൊക്കെ നയിക്കുന്നു. അവിടെ പരാജയമെന്നൊന്നില്ല, അവിടെ സങ്കടമൊന്നുമില്ല, എപ്പോഴും വിജയവും സന്തോഷവും മാത്രമല്ല എന്ന് പറയുന്ന പോലെയുള്ള ഒരു ചിന്ത പഴയ നിയമ കാലഘട്ടത്തിലും ഉണ്ടായിരുന്നു. പക്ഷെ എന്നാൽ ചെറിയ ചെറിയ വിജയങ്ങൾ തിന്മയ്ക്കുണ്ടായാൽ പോലും ആത്യന്തികമായ വിജയം അത് ദൈവത്തിന്റെ രാജ്യത്തിനുള്ളതാണ് എന്ന് നമ്മൾ അവസാന വിജയം ദൈവം തമ്പുരാനുള്ളതാണ്. അതുപോലെ തന്നെ സാത്താനെയും സൈന്യത്തെയും ദൈവത്തിന്റെ രാജ്യം കീഴടക്കുമെന്നും അവിടെ കാണുന്നുണ്ട്. അതുപോലെ ദാനിയേലിന്റെ പുസ്തകത്തിൽ പ്രത്യേകമായിട്ടും വിവിധ സാമ്രാജ്യങ്ങളെ കുറിച്ചും ദൈവത്തിന്റെ ആധിപത്യത്തെ കുറിച്ചുമുള്ള പ്രതിപാദനം കൂടുതലായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ദൈവരാജ്യത്തെ കാത്തിരുന്ന ആളുകളെ കുറിച്ച് പുതിയ നിയമത്തിൽ കാണുന്നുണ്ട്. ചില വാക്യങ്ങൾ അവിടെ സൂചിപ്പിച്ചിട്ടുണ്ട്. ശിമയോൻ പോലെയുള്ള ആളുകൾ, ഷിമയോൻ പോലെയുള്ള ആളുകൾ
പുതിയ നിയമത്തിൽ ദൈവരാജ്യത്തിന് വേണ്ടി കാത്തിരുന്നതായിട്ടും നമ്മൾ കാണുന്നുണ്ട്. പഴയ നിയമവും ദൈവശാസ്ത്രവും എന്ന ഭാഗത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചിന്തയായിരുന്നു ദൈവരാജ്യം അല്ലെങ്കിൽ യഹോവയുടെ ദിവസം, മശിഹായുടെ രാജ്യം എന്നുള്ളത്. അതിനെക്കുറിച്ചാണ് ഈ ചാപ്റ്റർ കൂടുതലായിട്ടും നമ്മൾ പ്രതിപാദിച്ചത്. അടുത്ത ചാപ്റ്ററിലേക്ക് കിടക്കാം. ചാപ്റ്റർ 5, പഴയ നിയമവും വ്യാഖ്യാന ശാസ്ത്രവും. ഓൾഡ് ടെസ്റ്റ്മെന്റ് ആൻഡ് ഹെർമനൂട്ടിക്സ് എന്ന് പറയും. പഴയ നിയമം വ്യാഖ്യാനത്തിന്റെ ശാസ്ത്രത്തിന് ഹെർമനൂട്ടിക്സ് എന്നാണ് നമ്മൾ അവതരിപ്പിക്കുന്നത്. വ്യാഖ്യാന ശാസ്ത്രം, അതൊരു സയന്റിഫിക് ആയിട്ട് എങ്ങനെ ഇന്റർപ്രിട്ടേഷനെ കുറിച്ച് പഠിക്കാം എന്നുള്ളതാണ് ഈ ഹെർമനൂട്ടിക്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോ 2000 വർഷങ്ങൾക്ക് മുമ്പ് രൂപം പ്രാപിച്ച പഴയ നിയമത്തിലെ പുസ്തകങ്ങൾ എങ്ങനെ മനസ്സിലാക്കണം, ഏത് രീതിയിൽ വ്യാഖ്യാനിക്കണം, വ്യാഖ്യാനത്തിന്റെ ആവശ്യകത എന്താണ് എന്നുള്ളതാണ് ചിന്ത. നമ്മളും അതുപോലെ തന്നെ ഉള്ള ഒരു മനസ്സിലാക്കൽ നമ്മുടെ ഇടയിൽ ഇല്ല എന്നുള്ളതൊരു വലിയ സംഗതിയാണ്. കാരണം ഒരു വേദപുസ്തക ഭാഗം വായിക്കുമ്പോൾ, ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ശത്രുക്കൾ മുൻപാകെ എന്റെ ശത്രുക്കൾ മുൻപാകെ എനിക്ക് മേശ ഒരുക്കുന്നു എന്നൊരു ഭാഗം സങ്കീർത്തന പുസ്തകത്തിൽ കാണുന്നുണ്ട്. അപ്പൊ നമ്മൾ ഒറ്റയടിക്ക് നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മുടെ ശത്രുക്കൾ, അതായത് നമ്മളുടെ വളർച്ച ഇഷ്ടമില്ലാത്ത ആളുകൾ, അല്ലെങ്കിൽ നമ്മളോട് അസൂയയും കുശുമ്പും ഉള്ള ആളുകൾ, അവര് നോക്കി നിൽക്കുമ്പോൾ ദൈവം തമ്പുരാൻ നമുക്ക് മാത്രം മേശ ഒരുക്കി ഭക്ഷണം തരുന്നു എന്നുള്ളൊരു ചിന്ത നമ്മുടെയൊക്കെ ഇടയിലേക്ക് കടന്നു വരാം. എന്നാൽ ദൈവം തമ്പുരാൻ പോലും ഉദ്ദേശിക്കുക, അല്ലെങ്കിൽ ദാവീദ് പോലും ഉദ്ദേശിക്കുന്നത് ആ ഒരു രീതിയിലായിരിക്കത്തില്ല, വേറൊരു രീതിയിലായിരിക്കാം. പക്ഷെ നമ്മൾ മനസ്സിലാക്കുക, നമ്മുടെ ചിന്ത അനുസരിച്ച് നമ്മൾ അതിനെ അങ്ങ് മനസ്സിലാക്കുക. അതുപോലെ തന്നെ വേദപുസ്തകത്തിൽ പറയുന്ന ചില ഭാഗങ്ങളൊക്കെ നമ്മൾ എടുത്ത് വായിക്കാറുണ്ട്, എടുത്ത് പ്രാർത്ഥനയിലൊക്കെ എടുത്ത് ഉപയോഗിക്കണം. കർത്താവെ, എന്നോട് പൊരുതുന്നവരോട് നീ പൊരുതണമേ, കർത്താവെ നീ എന്നെ അനുഗ്രഹിച്ചല്ലാതെ ഞാൻ നിന്നെ വിടുകയില്ല എന്നുള്ള രീതിയിലുള്ള പ്രാർത്ഥനകളൊക്കെ നമ്മുടെ ഇടയിൽ പക്ഷെ നമ്മുടെ ചിന്ത, നമ്മുടെ ബലഹീനമായ ചിന്ത അനുസരിച്ച് ദൈവത്തെ കൊണ്ട് പണി ചെയ്യിപ്പിക്കുന്ന രീതിയിലേക്കുള്ള പ്രാർത്ഥനകളൊക്കെ നമ്മൾ ചെയ്യാറുണ്ട്. അപ്പൊ അന്ന് പറഞ്ഞ പോലെ അത് അങ്ങനെ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയാണ് ഈ വ്യാഖ്യാനം. യഥാർത്ഥമായിട്ട് വ്യാഖ്യാനം നടത്തുന്ന സമയത്ത് അതിന്റെ ഉദ്ദേശിച്ചിരിക്കുന്ന അർത്ഥവും അത് നമ്മൾ എങ്ങനെ മനസ്സിലാക്കണം, നമ്മളെങ്ങനെ ഇന്നത്തെ കാലഘട്ടത്തിൽ അതങ്ങനെ ആപ്ലിക്കബിൾ ആക്കണമെന്നുള്ള ഒരു ചിന്തയാണ് അവിടെ വരുന്നത്. 5-ാമത്തെ ചാപ്റ്റർ 1-ാമത്തെ ഭാഗം, വ്യാഖ്യാനത്തിന്റെ ആവശ്യകത. നമ്മള് 8-ാം അധ്യായം, അപ്പോസ്തല പ്രവൃത്തികളുടെ 8-ാം അധ്യായത്തിൽ നമ്മൾ 8-ാം അധ്യായത്തിന്റെ അവസാന ഭാഗത്ത് കാണുന്ന ഒരു സംഗതിയാണ് എത്യോപ്യക്കാരനായ ഷണ്ഡൻ തേരിലിരുന്നു കൊണ്ട് വേദപുസ്തകം വായിക്കുന്നതും, ആ വേദപുസ്തകം വായിക്കുമ്പോൾ ഫിലിപ്പോസ് ചോദിക്കുന്ന കഥയും അതിനുശേഷം ഫിലിപ്പോസ് വ്യാഖ്യാനിച്ചു കൊടുക്കും. വ്യാഖ്യാനം ഇല്ലാതെ മനസ്സിലാക്കാനുള്ള സാഹചര്യം തീരെ കുറവാണ്. ഒരാൾക്ക് സ്വന്തമായിട്ട് വായിച്ചാൽ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു പുസ്തകമല്ല വേദപുസ്തകം. അതുപോലെ തന്നെ വ്യക്തിപരമായി മനസ്സിലാക്കേണ്ടതും വ്യാഖ്യാനിക്കേണ്ടതുമല്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. അതുകൊണ്ട് വ്യാഖ്യാനി ഉണ്ടാകേണ്ടത് ആവശ്യമാണ്. അതുപോലെ തന്നെ ഫിലിപ്പോസ് പറഞ്ഞു കൊടുത്തതിനെ കുറിച്ചൊക്കെ പിന്നീട് അവിടെ വ്യക്തമാക്കുന്നത് നമുക്കത് മനസ്സിലാക്കാവുന്നതുമാണ്. അതൊരാൾ നമുക്ക് പൊരുൾ തിരിച്ചു തരിക എന്ന് പറയും, അല്ലെങ്കിൽ അതിനെ ബ്രേക്കിംഗ് ഓഫ് വേർഡ് എന്ന് പറയും. ദൈവവചനത്തെ മുറിച്ച് അത്രമാത്രം കഠിനമായ ഒരു വചനം എന്ന മായമില്ലാത്ത പാല് കുടിപ്പാൻ എന്ന് നമ്മൾ പറയാറുള്ളൂ. എന്ന് പറഞ്ഞ പോലെ അത് നമ്മുടെ ഉള്ളിലേക്ക് മായമില്ലാത്ത പാലായിട്ട് എത്തണമെങ്കിൽ അതിനെ വചനത്തെ പല ഭാഗങ്ങളായി മുറിച്ച് നമുക്ക് മനസ്സിലാക്കാവുന്ന രീതിയിൽ അതിന് ദൈവം തമ്പുരാൻ അല്ലെങ്കിൽ കാലഘട്ടം നമുക്കായിട്ട് നൽകിയിരിക്കുന്ന ഒരേ ഒരു മീഡിയം എന്ന് പറയുന്നത് അത് ചർച്ചാണ്, സഭയാണ്. സഭയിൽ കൂടിയാണ് വേദപുസ്തകം വ്യാഖ്യാനിക്കപ്പെടേണ്ടത്. കാരണം വേദപുസ്തകം ഉണ്ടായത് സഭയിലാണ്. എന്തിന് വേദപുസ്തകം ഉണ്ടായി എന്നുപോലും നമ്മൾ ചിന്തിക്കുമ്പോൾ അത് സഭയുടെ അനിവാര്യതയായിരുന്നു എന്നും സഭയിൽ ഏതൊക്കെ ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ് വേദപുസ്തകം ഉപയോഗിച്ചിരുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കുമ്പോൾ നമുക്ക് മനസ്സിലാകാം, സഭയിൽ ഉണ്ടായ വേദപുസ്തകം ഇത് എന്തിനാണ് ഈ വേദഭാഗം, പ്രത്യേകിച്ച് നമ്മൾ ഈ ഉത്തമ ഗീതം എന്ന് പറഞ്ഞ പുസ്തകമൊക്കെ വായിക്കുമ്പം കുറച്ചൊക്കെ ഇറോട്ടിക്കായിട്ടുള്ള വേർഡ്സ് ഒക്കെ അതിനകത്ത് കാണാം. അപ്പൊ ആ വേർഡ്സ് ഒക്കെ വായിക്കുമ്പോൾ നമ്മൾ ചിന്തിക്കും, വേദപുസ്തകത്തിൽ എന്തിനാണ് ഇങ്ങനെയുള്ള വാക്കുകളൊക്കെ ഉപയോഗിച്ചിരിക്കുന്നത്. യെഹെസ്കേൽ പ്രവചനം 23-ാം അധ്യായത്തിലൊക്കെ വായിക്കുന്ന സമയത്തൊക്കെ ചില സമയത്തൊക്കെ നമുക്ക് എന്തിനാ ഇത്രമാത്രം വൃത്തികെട്ട വാക്കുകളൊക്കെ ഇതിലെഴുതി വെച്ചിരിക്കുന്നതൊക്കെ നമ്മളൊക്കെ ചിലപ്പോൾ ചിന്തിക്കാം. അപ്പൊ അങ്ങനെ ഒക്കെ ചിന്തിക്കുന്ന സമയത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇത് ചിലപ്പോൾ ഒറ്റയടിക്ക് നമ്മൾ സാധാരണ ബുദ്ധി കൊണ്ട് വായിച്ചാൽ മനസ്സിലാവില്ല. അതുകൊണ്ട് നമ്മൾ വ്യാഖ്യാനം ആവശ്യമുണ്ടെങ്കിൽ അത് സഭയിൽ കൊണ്ടുവരിക. സഭയിൽ കൊണ്ടുവന്ന് സഭയിൽ എന്തായാലും ഇപ്പോഴുള്ള സഭാ അംഗങ്ങളെക്കാൾ കൂടുതൽ ഓരോ വേദപുസ്തക ഭാഗങ്ങൾക്കും ഓരോ സഭാപിതാക്കന്മാർ അതിന്റെ വ്യാഖ്യാനം ഓൾറെഡി
നമുക്ക് നൽകിയിട്ടുണ്ട്. അവയുമായി താരതമ്യപ്പെടുത്തി നമ്മുടെ ജീവിതവുമായിട്ട് അതിനെ റിലേറ്റ് ചെയ്ത് നമ്മൾ സംസാരിക്കുമ്പോഴാണ് അത് കൂടുതലായിട്ടും കോണ്ടെക്സ്റ്റ്, രണ്ട് കോണ്ടെക്സ്റ്റും നമ്മൾ മനസ്സിലാക്കുക. എഴുതിയ കോണ്ടെക്സ്റ്റും അതുപോലെ തന്നെ ഇപ്പോഴത്തെ കോണ്ടെക്സ്റ്റും തമ്മിൽ അതിനെ റിലേറ്റ് ചെയ്യുമ്പോഴാണ് വ്യാഖ്യാനം പൂർത്തിയാകുന്നത്. പശ്ചാത്തലവും വ്യാഖ്യാനവും, അതായത് മുമ്പ് പറഞ്ഞതുപോലെ തന്നെ രണ്ട് കാര്യങ്ങൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ഒന്ന്, ഏത് പശ്ചാത്തലത്തിലാണ് പ്രസ്തുത ഭാഗം എഴുതപ്പെട്ടത്, ആ പശ്ചാത്തലം അതുകൊണ്ട് എന്താണ് വിവക്ഷിക്കുന്നത്. അതായത് ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, യേശുദമ്പുരാൻ തന്നെ തന്റെ ശിഷ്യന്മാരോട് ഉപദേശിക്കുന്ന കൂട്ടത്തിൽ പറയുന്നുണ്ട്, കണ്ണിന് പകരം കണ്ണ് എന്നും പല്ലിന് പകരം പല്ല് എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ എന്ന് പറയുന്നുണ്ട്. എന്നിട്ട് കർത്താവ് അതിനെ തിരുത്തി നിങ്ങൾ സ്നേഹിക്കുക എന്ന് പറയുന്നുണ്ട്. പക്ഷേ നമ്മൾ ചിന്തിക്കുമ്പോൾ കണ്ണിന് പകരം കണ്ണ് എന്ന് പറയുന്നത് ഒരു വലിയ എന്താ പറയുന്നത്, ഒരു അക്രമാസക്തമായ ഒരു സൊസൈറ്റിയുടെ ഒരു കൾച്ചറിന്റെ ഭാഗമാണെന്ന് ചിന്തിക്കാം. പക്ഷേ പഴയ നിയമ കാലഘട്ടത്തിൽ ഒരു കണ്ണ് എടുത്തു കഴിഞ്ഞാൽ അവനെ കുടുംബം അടക്കം നിർമൂല നാശം വരുത്തുന്ന രീതിയിലുള്ള പ്രതികാര നടപടികൾ അന്നത്തെ നാട്ടിൽ നടന്നിരുന്നു. ചെറിയൊരു തെറ്റിന് പോലും പ്രതികാര ഭാവത്തോടു കൂടി ആളുകൾ പരസ്പരം ഒന്ന് ചെയ്തു കഴിഞ്ഞാൽ അതിന് രണ്ട് മറുപടിയായി തിരിച്ച് ചെയ്തില്ലെങ്കിൽ അവർക്ക് അങ്ങനെയുള്ള സാഹചര്യത്തിൽ കൂടുതൽ രക്തച്ചൊരിച്ചില് നമുക്കറിയാമല്ലോ. ദീനായുമായി ബന്ധപ്പെട്ട കഥയിലൊക്കെ ഉണ്ടായ സംഗതികളൊക്കെ അറിയാം. അങ്ങനെ കൂടുതൽ രക്തച്ചൊരിച്ചിൽ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയാണ് നിന്റെ ഒരു കണ്ണ് ആരെങ്കിലും എടുത്തിട്ടുണ്ടെങ്കിൽ തിരിച്ച് ഒരു കണ്ണ് മാത്രമേ എടുക്കാവൂ, കൂടുതൽ എടുക്കരുത് എന്നുള്ള അർത്ഥത്തിലാണ് കണ്ണിന് പകരം കണ്ണ് എന്നും പല്ലിന് പകരം പല്ല് എന്നും പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അത് നമ്മൾ മനസ്സിലാക്കുമ്പോൾ കണ്ണിന് പകരം കണ്ണ് എന്നുള്ളത് അല്പം ക്രൂരമാണല്ലോ എന്നൊക്കെ നമ്മൾ ചിന്തിക്കാൻ സാധ്യതയുണ്ട്. പക്ഷെ അത് യഥാർത്ഥമായി ആ കോണ്ടെക്സ്റ്റിൽ നമ്മൾ മനസ്സിലാക്കുമ്പോഴാണ് കുറച്ചും കൂടി നമ്മൾ അങ്ങനെയല്ലല്ലോ ഇങ്ങനെയാണല്ലോ എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പൊ എന്ന് പറഞ്ഞ പോലെ ആ പശ്ചാത്തലം നമ്മൾ മനസ്സിലാക്കണം. രണ്ട്, ഏത് വിധത്തിലാണ് പഴയ നിയമത്തിൽ ഉൾക്കൊള്ളുന്ന ഉദ്ധരണികളും ആശയങ്ങളും പുതിയ നിയമത്തിൽ ഉപയോഗിക്കുന്നത്, ഏത് സാഹചര്യത്തിലാണ് യേശു തമ്പുരാൻ പഴയ നിയമത്തിലെ വാക്യങ്ങൾ എടുത്ത് ഉപയോഗിക്കുന്നത് എന്ന് നമ്മൾ ചിന്തിക്കുക. ഓരോ സാഹചര്യത്തിലും ഇണങ്ങുന്ന രീതിയിലാണ്. ഇപ്പൊ ഒരിക്കൽ ഒരു പ്രസംഗ മത്സരം നടക്കുന്നു. പ്രസംഗ മത്സരത്തില് കൊടുത്തിരിക്കുന്ന ഒരു വിഷയം ഏതോ ഒരു കാതോലിക്ക ബാവയെ കുറിച്ചാണ്. അതുപോലെ തന്നെ വേദപുസ്തകത്തിലെ വാക്യങ്ങളും കൂടി ചേർത്തുകൊണ്ട് വേണം നിങ്ങൾ പ്രസംഗിക്കാൻ എന്നൊരു നിർദ്ദേശം കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ വന്ന സമയത്ത് മാത്യൂസ് ദിദിയൻ ബാവയെ കുറിച്ചാണെന്ന് തോന്നുന്നു. അതെ, മാത്യൂസ് ദിദിയൻ ബാവ ശാസ്താംകോട്ട വെച്ചിരുന്ന പ്രസംഗ മത്സരമാണ്. അത് വിധി നിർണ്ണയിക്കാൻ പോയി ഇരുന്നപ്പോ എന്റെ മുമ്പിൽ ഒരു കൊച്ചു പയ്യൻ വന്ന് പ്രസംഗിച്ചതാണ്. വേദപുസ്തകത്തിൽ പറയുന്നു, എന്റെ ദൈവത്താൽ ഞാൻ മതിൽ ചാടി കിടക്കും. ഈ വാക്യം അതുപോലെ തന്നെ ജീവിതത്തിൽ കാണിച്ചു തന്ന ആളാണ് മാത്യൂസ് ദിദിയൻ ബാവ എന്ന് കേട്ടപ്പോൾ സത്യം പറഞ്ഞ് ഞെട്ടിപ്പോയി. അപ്പൊ എന്ന് പറയുന്ന പോലെ നമ്മൾ ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ എടുത്ത് ഉപയോഗിക്കാനുള്ളതല്ല വേദപുസ്തകത്തിലെ വാക്യങ്ങൾ. അത് അവിടെ ആപ്റ്റ് ആണോ എന്ന് ചിന്തിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ അത് വേറെ വിപരീതമായ ഫലം ഉണ്ടാക്കിയെടുക്കും എന്ന് നമ്മൾ മനസ്സിലാക്കണം. അടുത്തതായിട്ട്, വിശുദ്ധ സഭ ഏത് രീതിയിലാണ് പ്രസ്തുത ഭാഗങ്ങൾ മനസ്സിലാക്കി വ്യാഖ്യാനിച്ചിട്ടുള്ളത്. പഴയ നിയമത്തെ കുറിച്ച് പുതിയ നിയമത്തിൽ എന്ത് പറയുന്നുവെന്നും പരിശുദ്ധ സഭ എന്ത് പറയുന്നുവെന്നും അതുപോലെ തന്നെ പിതാക്കന്മാരുടെ വ്യാഖ്യാനങ്ങളിൽ അത് എപ്രകാരം കടന്നു വരുന്നുവെന്നും നമ്മൾ മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ്. അങ്ങനെയാണ് പശ്ചാത്തലം മനസ്സിലാക്കുന്നത്. അതുപോലെ വ്യക്തികളും വ്യാഖ്യാന സ്വാതന്ത്ര്യവും, ഇതിനെക്കുറിച്ച് നമ്മൾ പറയുമ്പോൾ നമ്മൾ മെയിനായിട്ടും എല്ലാവർക്കും വേദപുസ്തകം വായിക്കാനും മനസ്സിലാക്കാനുമുള്ള ഒരു സ്വാതന്ത്ര്യം ഉണ്ട് എന്നുള്ളത് സത്യമാണ്. പക്ഷേ എന്നാൽ അത് പ്രചരിപ്പിക്കാനുള്ള ഒരു സ്വാതന്ത്ര്യം എടുക്കുന്നത് ഒരു പരിധി വരെ നമുക്ക് അതിനുള്ള സ്വാതന്ത്ര്യം ഉണ്ട്, പ്രചരിപ്പിക്കാനുള്ള സ്വാതന്ത്ര്യം ഉണ്ട് എന്ന് പറഞ്ഞാൽ പോലും ഈ നമ്മുടെ ഇഷ്ടമനുസരിച്ച് വ്യാഖ്യാനിച്ച് പ്രചരിപ്പിക്കുന്നത് ഒരു വലിയ അപകടമാണ്. നമുക്കറിയാം, നമ്മുടെ ചുറ്റുപാടുമുള്ള ഒരുപാട് സഭകൾ അവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ വേദപുസ്തകം വ്യാഖ്യാനിക്കുകയും അത് പ്രചരിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് വേദപുസ്തകം വായിക്കാൻ തക്കവണ്ണമുള്ള ചില ചട്ടക്കൂടുകൾ അത്യാവശ്യമാണ്. നമ്മൾ സ്വന്തമായിട്ട് വ്യാഖ്യാനിക്കുമ്പോൾ അങ്ങനെയുള്ള ചട്ടക്കൂടുകളൊന്നുമില്ല. നമുക്ക് ഇഷ്ടമുള്ളതുപോലെ വ്യാഖ്യാനിക്കാം. അപ്പൊ അതുകൊണ്ട് നമുക്ക് തിരുമേനിമാരെ കുറിച്ചും അച്ഛന്മാരെ കുറിച്ചൊക്കെ പറയുന്ന സമയത്ത് പോലും വേദപുസ്തകത്തിൽ ഇങ്ങനെയാണല്ലോ പറയുന്നത്, പക്ഷെ നിങ്ങൾ അങ്ങനല്ലല്ലോ ജീവിക്കുന്നത് എന്നൊക്കെ ചോദിക്കാറുണ്ട്. അപ്പൊ എന്ന് പറയുന്ന രീതിയിൽ ഇവിടെ ഒരുപാട് പാവങ്ങൾ ഭക്ഷണം കഴിക്കാതെ ജീവിക്കുമ്പോൾ നിങ്ങൾ എന്തുകൊണ്ടാണ് തിരുമേനിമാര് മേശ നിറച്ച ഫ്രൂട്ട്സ് കഴിക്കുന്നു എന്നൊക്കെ ഉള്ള ചോദ്യം ഒക്കെ പലരും ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, അപ്പൊ നമ്മുടെ ഇഷ്ടമനുസരിച്ച് വായിച്ച് മറ്റുള്ളവരെ വിമർശിക്കുക എന്നുള്ളത് അതിനേക്കാൾ കൂടുതലായി അങ്ങനെ വായിക്കുന്നതുകൊണ്ട് മനസ്സിലാക്കുന്നതുകൊണ്ടും തെറ്റില്ല. പക്ഷെ അത് മറ്റുള്ളവരിലേക്ക് പകരുമ്പോൾ അത് വേറൊരു കൊണോട്ടേഷനാണ് അത് ഉണ്ടാകുന്നത്. അതുകൊണ്ട് വ്യാഖ്യാനം വ്യക്തികൾക്ക് വിട്ടുകൊടുത്താൽ മൂല്യശോഷണം സംഭവിക്കാനുള്ള സാധ്യത ഏറെയാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ്. അതുകൊണ്ട് തന്നെയാണ് എനിക്ക് തോന്നുന്നു നമ്മുടെ മുഹമ്മദീയ മതക്കാർ അവരുടെ ഗ്രന്ഥം
വ്യാഖ്യാനത്തിനും അതുപോലെ തന്നെ ട്രാൻസ്ലേഷനും ഒക്കെ വിട്ടുകൊടുക്കാറുണ്ടെങ്കിലും അവരതിന്റെ മൂല്യ ഗ്രന്ഥമാണ്, അല്ലെ മൂല്യ ഭാഷയിലുള്ള ഗ്രന്ഥം തന്നെ ഉപയോഗിക്കുന്നതിന്റെ കാരണം ഇത് തന്നെയാണ്. അതിന്റെ അർത്ഥശോഷണം സംഭവിക്കും. അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ അതിൻ്റെതായിട്ടുള്ള പ്രയാസങ്ങൾ ഉണ്ടാകും. വ്യാഖ്യാനത്തിന് മുമ്പ് നമ്മൾ എടുക്കേണ്ട തയ്യാറെടുപ്പുകളെ കുറിച്ചാണ് അടുത്ത ഭാഗം. ഒന്ന്, ഓരോ പുസ്തകവും ഏത് സാഹചര്യത്തിൽ രൂപം പ്രാപിച്ചു എന്നുള്ളത് മനസ്സിലാക്കുക. ഇപ്പൊ നമുക്ക് പൗലോസിന്റെ ലേഖനങ്ങൾ എടുക്കുമ്പോൾ കൊരിന്ത്യ സഭയിൽ പ്രശ്നങ്ങൾ ഉണ്ടായപ്പോൾ ആ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടിയാണ് കൊരിന്ത്യ സഭയിൽ കൊരിന്ത്യ സഭയ്ക്ക് പൗലോസ് ശ്ലീഹ ലേഖനം എഴുതുന്നത്. നിങ്ങൾ സഭയിൽ സ്ത്രീകൾ മിണ്ടാതെ ഇരിക്കട്ടെ എന്ന് പറയും. ഇനി മേലാൽ ആരും 2000 വർഷങ്ങൾക്ക് ശേഷം ഓർത്തഡോക്സ് സഭയിൽ പെട്ട ആളുകൾ ചിക്കാഗോയിലോ ഡാളസിലോ അല്ലെങ്കിൽ ഡിട്രോയിറ്റിലോ ഉള്ള സഭയിൽ ഓർത്തഡോക്സ് സഭയിൽ പോകുന്ന ആളുകൾ പൊതുയോഗത്തിൽ വന്നാൽ സ്ത്രീകൾ മിണ്ടാതിരിക്കണം എന്നുള്ള അർത്ഥത്തിലായിരിക്കില്ല പൗലോസ് ശ്ലീഹ എഴുതിയത്. അത് ഏത് സാഹചര്യത്തിലാണ് അത് എഴുതപ്പെട്ടത് എന്ന് നമ്മൾ ചിന്തിക്കണം. ആ ഒരു രീതി. അതുപോലെ തന്നെ യേശു തമ്പുരാന്റെ ജീവിതത്തിൽ ചില ഭാഗങ്ങളൊന്നും കൊടുത്തിട്ടില്ല. ആ ഭാഗങ്ങൾ കൊടുത്തിട്ടില്ലാത്തത് കൊണ്ട് തന്നെ ആ ഭാഗം നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ആഡ് ചെയ്യാനുള്ള സ്വാതന്ത്ര്യം നമുക്കില്ല. കാരണം ഓരോ കാര്യം മർക്കോസിന്റെ സുവിശേഷം എഴുതപ്പെടുമ്പോൾ മറ്റു സുവിശേഷങ്ങളില്ല. തുടർന്ന് വരുന്ന തലമുറയ്ക്ക് എന്തെങ്കിലുമൊക്കെ യേശുക്രിസ്തുവിന്റെ ജീവിതത്തിൽ കിട്ടാൻ വേണ്ടിയാണ് അപൂർണമായിട്ടെങ്കിലും പ്രധാനപ്പെട്ട സംഗതികൾ ചേർത്തുകൊണ്ട് മർക്കോസിന്റെ സുവിശേഷം എഴുതപ്പെടുന്നത്. അപ്പൊ അങ്ങനെ ഓരോ ഗ്രന്ഥങ്ങൾ എഴുതപ്പെട്ടതിന്റെ കാരണങ്ങൾ നമ്മൾ മനസ്സിലാക്കണം. അതുപോലെ തന്നെ പുസ്തകത്തിന്റെ ഓരോ ഭാഗവും ഉള്ളടക്കവുമായുള്ള ബന്ധം, സാഹിത്യപരമായ പ്രത്യേകതകൾ, ഗദ്യമാണ് പദ്യമാണ്, വിവിധ ഭാഗങ്ങൾ ചേർത്ത് ഇന്ന് കാണുന്ന രീതിയിൽ രൂപം നൽകുവാനുണ്ടായ പ്രേരണാ ഘടകങ്ങൾ എന്തൊക്കെയാണ്, വാമൊഴിയുടെ പ്രത്യേകത എന്തൊക്കെയാണ്, വിശുദ്ധ ഗ്രന്ഥത്തിലെ പല ഭാഗങ്ങളും ശേഖരിച്ച് രൂപപ്പെടുത്തുവാൻ ആരാധനയുടെ സ്വാധീനം എത്രമാത്രം സഹായിച്ചു എന്നീ വിഷയങ്ങൾ പ്രഥമമായി കണക്കിലെടുക്കേണ്ടതുണ്ട്. ഒരുപാട് കാര്യങ്ങൾ ഇതിന്റെ രൂപപ്പെടുത്തലുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ആവശ്യം. ഏത് സാഹചര്യത്തിലാണ് ഈ ഗ്രന്ഥം എഴുതപ്പെട്ടത്, എന്തിനു വേണ്ടി, അതിന്റെ പർപ്പസ് മനസ്സിലാക്കിയിട്ട് മാത്രമേ വ്യാഖ്യാനത്തിൽ നമുക്ക് തയ്യാറെടുക്കാൻ പറ്റുള്ളൂ. 2, ഭാഷാ പഠനമാണ്. ഏറ്റവും അത്യാവശ്യമുള്ള ഒരു സംഗതിയാണ് ഈ ഭാഷാ പഠനം. അതായത് മൂലഭാഷയിൽ ഇരിക്കുന്ന പല വാക്കുകൾക്കും മറ്റ് ഭാഷയിലേക്ക് കടന്നു വരുമ്പോൾ വേറെ ഒരുപാട് അർത്ഥ വ്യത്യാസങ്ങൾ കടന്നു വരാൻ സാധ്യതയുണ്ട്. നമ്മള് ഇംഗ്ലീഷ് വാക്ക് തന്നെ ഉപയോഗിക്കുന്ന സമയത്ത് സെൽ എന്നൊരു വാക്ക് നമ്മൾ കേട്ടിട്ടുണ്ട്. ഈ സെൽ എന്ന് പറയുന്നൊരു വാക്ക് അത് ഫിസിക്സിൽ സെൽ എന്ന് പറഞ്ഞാൽ അതൊരു ബാറ്ററിയാണ്. ബയോളജിയിൽ സെൽ എന്ന് പറഞ്ഞാൽ അതൊരു കോശമാണ്. ഹിസ്റ്ററിയിൽ സെൽ എന്ന് പറഞ്ഞാൽ അതൊരു ജയിലാണ്, അതായത് ആളുകളെ ഇട്ട് ജയിൽ. അതുപോലെ തന്നെ ഇന്നത്തെ ഇൻഫർമേഷൻ ടെക്നോളജിയിൽ സെൽ എന്ന് പറഞ്ഞാൽ സെൽ ഫോണാണ്. എക്കണോമിക്സിൽ സെൽ എന്ന് പറഞ്ഞാൽ വിൽക്കുക എന്നാണ് അർത്ഥം. അപ്പൊ അങ്ങനെ ഓരോ കോണ്ടെക്സ്റ്റിൽ ഒരേ വാക്ക് തന്നെ പല അർത്ഥത്തിലാണ് ഉപയോഗിക്കപ്പെടുന്നത്. അപ്പൊ എന്ന് പറഞ്ഞതുപോലെ മൂലഭാഷയിൽ ഏതർത്ഥത്തിലാണോ ആ വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത്, മറ്റൊരു ഭാഷയിലേക്ക് കടന്നു വരുമ്പോൾ ആ പശ്ചാത്തലം അനുസരിച്ച് വാക്കുകൾക്ക് അർത്ഥ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാകാം. പക്ഷെ അതിനനുസരിച്ച് ഗ്രീക്ക് ആയാലും ഹീബ്രു ആയാലും അതുപോലെ അരമായ വാക്കുകളാണെങ്കിലും അതിന്റെ ഭാഷാ പഠനത്തിൽ നിന്ന് മാത്രമേ യഥാർത്ഥമായിട്ടുള്ള അതിന്റെ അർത്ഥം നമുക്ക് ഗ്രഹിക്കാൻ സാധിക്കുകയുള്ളൂ. അതുപോലെ തന്നെ ആധുനിക പ്രശ്നങ്ങൾ, നമ്മൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കിയതിന് ശേഷം ആധുനിക പ്രശ്നങ്ങളുമായി ബന്ധപ്പെടുക, അതായത് കറന്റ് കോണ്ടെക്സ്റ്റുമായി ബന്ധപ്പെടുത്താൻ ശ്രമിക്കുമ്പോഴാണ് ഏത് രീതിയിലുള്ള വ്യാഖ്യാനമാണ് കരണീയമായ എന്ന പ്രശ്നം മുമ്പിലേക്ക് വരും. അതിന്റെ വ്യാഖ്യാന രീതികളെ കുറിച്ച് പിന്നീട് അവതരിപ്പിക്കുന്നുണ്ട്. ഏത് രീതിയിലുള്ള വ്യാഖ്യാനമാണ് നമ്മൾ ഉപയോഗിക്കേണ്ടതെന്ന് നമ്മൾ പിന്നീട് മനസ്സിലാക്കണം. അതിൽ ഒന്നാമത്തേത് ആക്ഷരിക വ്യാഖ്യാനമാണ്. ആക്ഷരിക വ്യാഖ്യാനം എന്ന് പറഞ്ഞാൽ വേർഡ് ടു വേർഡ് ട്രാൻസ്ലേഷൻ, അല്ലെങ്കിൽ ലിറ്ററൽ ആയിട്ടുള്ള ട്രാൻസ്ലേഷൻ. അതേപടി ദൈവമേ നീ പരിശുദ്ധനാകുന്നു എന്ന് നമ്മളുള്ള വാക്ക് ഹാദീഷ് ആലോഹോ എന്ന് പറയുന്ന വാക്കിന്റെ ലിറ്ററൽ ആയിട്ടുള്ള ട്രാൻസ്ലേഷൻ ആണ്. പക്ഷെ മലയാളത്തിൽ ദൈവമേ നീ എന്ന് നമ്മൾ വിളിക്കാറില്ല. ദൈവത്തെ നമ്മൾ മുമ്പിൽ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ഒരിക്കലും നീ എന്ന് വിളിക്കാറില്ല. അല്ലെങ്കിൽ ദൈവം പോയിട്ട് നമ്മുടെ ഒരു വികാരിയച്ഛൻ വന്നപ്പോൾ നമ്മൾ നീ എന്ന് അഭിസംബോധന ചെയ്യാം. പക്ഷെ അത് ലിറ്ററൽ ആയിട്ട് വ്യാഖ്യാനം ചെയ്തപ്പോഴാണ് ദൈവമേ നീ പരിശുദ്ധനാകുന്നു, അല്ലെങ്കിൽ സങ്കീർത്തനത്തിൽ പല ഭാഗത്തും ദൈവത്തിനെ നമ്മൾ നീ എന്ന് വിളിക്കാറുണ്ട്. അപ്പൊ അതിന്റെ കാരണം ലിറ്ററൽ ആയിട്ടുള്ള ചില ട്രാൻസ്ലേഷൻ ആണ്. അങ്ങനെയുള്ള ഒരു സംഗതി അവിടെ കിടപ്പുണ്ട്. പക്ഷെ അതുപോലെ തന്നെ ചില കാര്യങ്ങൾ, വാക്കുകൾ മാത്രമല്ല ചില ആശയങ്ങൾക്ക് പോലും ചില മനസ്സിലാക്കലുകൾ നമുക്ക് അത്യാവശ്യമുണ്ട്. അതിലൊരു ഭാഗം ഉദാഹരണമായിട്ട് അവിടെ കൊടുത്തിരിക്കുന്നത്, ജ്യേഷ്ഠാവകാശം തട്ടിയെടുക്കുവാൻ യാക്കോബ് ഉപയോഗിച്ച കുൽസിത മാർഗം അനുകരണീയമാണോ? ജ്യേഷ്ഠാവകാശം തട്ടിയെടുക്കുവാൻ വേണ്ടി യാക്കോബ് ഒരു ഉപായം കണ്ടുപിടിക്കുന്നുണ്ട്.
ആ കണ്ടുപിടിക്കുന്നതിന് ശേഷം യാക്കോബിന് അനുഗ്രഹം മാത്രമേ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ളൂ. ഏശാവിനെ കുറിച്ചുള്ള കാര്യങ്ങൾ ഒന്നും അവതരിപ്പിച്ചില്ല. എന്നിട്ടും ദൈവം തമ്പുരാൻ വിളിച്ചു വേർതിരിച്ചത് ഈ കള്ളത്തരം കാണിച്ച യാക്കോബിനെയാണ്. ഇത് ദൈവം തമ്പുരാൻ ചെയ്തത് ശരിയാണോ തെറ്റാണോ എന്നുള്ള ചിന്ത നമുക്ക് ഉണ്ടാകാറുണ്ട്. അപ്പൊ അക്ഷരികമായ വ്യാഖ്യാനത്തിൽ ചില പ്രയാസങ്ങളും ഉണ്ടാകാറുണ്ട്. അതുപോലെ തന്നെ രണ്ടാമത്തെ വ്യാഖ്യാന രീതിയാണ് അന്യാപദേശം. അന്യാപദേശം എന്ന് പറഞ്ഞാൽ ആലിഗോറിക്കൽ ഇന്റർപ്രിട്ടേഷൻ. അതായത് നമ്മൾ യേശു ക്രിസ്തു ഉപയോഗിച്ചതുപോലെയുള്ള ഉപമ പോലെയുള്ള കാര്യങ്ങളാണ് അന്യാപദേശം എന്ന് പറയുന്നത്, ആലിഗോറിക്കൽ ഇന്റർപ്രിട്ടേഷൻ എന്ന് പറയുന്നത്. അതായത് അതിന് ഉദാഹരണം കൊടുത്തിരിക്കുന്നത് ജോൺ ബനിയൻ എഴുതിയ പരദേശി മോക്ഷയാത്ര, പിൽഗ്രിംസ് പ്രോഗ്രസ് എന്ന് പറയുന്ന ഒരു പുസ്തകം നിങ്ങളൊക്കെ വായിച്ചിട്ടുണ്ടായിരിക്കും. വളരെയധികം ക്രിസ്ത്യാനിറ്റിയുമായിട്ട് ചേർന്ന് കിടക്കുന്ന ഒരു നല്ല ഒരു പുസ്തകമാണ്. ആരെങ്കിലും വായിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ മലയാളത്തിലും ഇംഗ്ലീഷിലും അത് അവൈലബിൾ ആണ്. പരദേശി മോക്ഷയാത്ര അല്ലെങ്കിൽ പിൽഗ്രിംസ് പ്രോഗ്രസ്. അത് വായിക്കാൻ തക്കോണം. അതൊരു ആലിഗോറിക്കൽ ഇന്റർപ്രിട്ടേഷന്റെ ഒരു വലിയ ഉദാഹരണമാണ്. അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും. ആലിഗോറിക്കൽ ഇന്റർപ്രിട്ടേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കർത്താവിന്റെ ഉപമ എന്ന് പറഞ്ഞാൽ ഏറ്റവും സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ കർത്താവ് ഉപയോഗിച്ചൊരു ഉപമ. ഇപ്പം ഉദാഹരണമായിട്ട് അവിടെ തന്നെ കൊടുത്തിട്ടുണ്ട് ശമരിയാക്കാരന്റെ ഉപമ. ശമരിയാക്കാരന്റെ ഉപമയിൽ ഓരോ സംഗതിക്കും മറ്റ് അവര് അവതരിപ്പിക്കുന്നത് പോലെയുള്ള ഒരു ശമരിയാക്കാരൻ അതുവഴി പോയപ്പോൾ ഒരു മനുഷ്യൻ യെരുശലേമിൽ നിന്ന് യഹൂദിയയിലേക്ക് ശരിക്കും പോയിട്ട് യെരുശലേമിൽ നിന്നും ശമരിയയിലേക്ക് ശരിക്കും പോയിട്ടില്ല. യേശുക്രിസ്തു അതിനെ ഒരു മനുഷ്യന്റെ യാത്രയുമായി ബന്ധപ്പെട്ട്, ആത്മീയ യാത്രയുമായിട്ട് ബന്ധപ്പെട്ട് അവതരിപ്പിക്കുന്നു. അവിടെ രണ്ടുപേര് കടന്നു വരുന്നു. അതായത് പുരോഹിതനും ലേവ്യനും കടന്നു. അതായത് സമൂഹത്തിൽ ഉന്നത സ്ഥാനം വഹിക്കുന്ന മറ്റു ചില ആളുകൾ കടന്നു വന്നു. അല്ലെങ്കിൽ അവനെ രക്ഷിക്കേണ്ട ഉത്തരവാദിത്വമുള്ള ആളുകൾ എന്ന രീതിയിലാണ് പുരോഹിതനും ലേവ്യനെ അവിടെ അവതരിപ്പിക്കുന്നത്. പക്ഷെ അവിടെ ഒരു ശമരിയക്കാരൻ, അവിടെ ഗലീലയിൽ നിന്നും അല്ലെങ്കിൽ ബേത്ലഹേമിൽ ജനിച്ച യേശു ക്രിസ്തു ആ ഒരു പൗരോഹിത്യത്തിന്റെ ഭാഗമല്ലാത്ത, അല്ലെങ്കിൽ അന്നത്തെ സമൂഹത്തിലെ ഒരു പ്രധാനപ്പെട്ട സ്ഥാനം അലങ്കരിക്കാത്ത ഒരാൾ കടന്നു വന്നിട്ട് അവനെ രക്ഷിക്കുന്ന ഭാഗം കാണുന്നുണ്ട്. അവനെ ഓരോ കാര്യങ്ങൾ കൊടുക്കുന്നതിന് ഓരോ അർത്ഥങ്ങളാണ്. അവനെ മുറിവിൽ എണ്ണ പകർന്നതിനെ കുറിച്ചും അവനെ കഴുതപ്പുറത്ത് കയറ്റിയതിനെ കുറിച്ചും, സത്രത്തിൽ കൊണ്ടുപോയ സത്രം എന്താണ്, സത്രം സഭയാണ് എന്നും, അതുപോലെ സത്രത്തിൽ കൊടുത്ത രണ്ട് കാശ് എന്ന് പറയുന്ന കർത്താവിന്റെ ശരീരവും രക്തവുമാണ് എന്നും, ഞാൻ ഇപ്പോഴിത് തന്നിട്ട് പോവുകയാണ്, തിരിച്ച് എന്തെങ്കിലും കൂടുതലായിട്ട് ആവശ്യമുണ്ടെങ്കിൽ തിരിച്ചു വരുമ്പോൾ ഞാൻ രണ്ടാമത്തെ വരവിൽ തന്നുകൊള്ളാം എന്നിങ്ങനെ ഉപയോഗിക്കുന്ന വാക്കുകളെക്കാൾ കൂടുതൽ മറ്റ് അതിന്റെ പിന്നിലുള്ള ഇൻഡയറക്റ്റ് ആയിട്ടുള്ള മീനിങ്ങിന് ഇമ്പോർട്ടൻസ് ഉള്ളതിനെയാണ് അന്യ അപദേശം എന്ന് പറയുന്നത്. അതിനാണ് ആലിഗോറിക്കൽ കുറച്ചും കൂടെ മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു. മറ്റു വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് ദൈവരാജ്യത്തിന്റെ സംഗതികളെ മനസ്സിലാക്കിക്കാൻ തക്കവണ്ണം ശ്രമിക്കുന്നതിനാണ് ആലിഗോറിക്കൽ ഇന്റർപ്രിട്ടേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അതിന്റെ മറ്റൊരു ഉദാഹരണമാണ് ഉത്തമഗീതം എന്ന പുസ്തകം തൊട്ട് താഴെ കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് ഉപയോഗിക്കുന്ന പല സംഗതികളും ഉപയോഗിച്ചിരിക്കുന്നത് ചിലപ്പോൾ ഒരു വാക്ക് നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ ലിറ്ററലായിട്ട് വ്യാഖ്യാനിക്കാനുള്ളതല്ല. പക്ഷെ അതിന്റെ പിന്നിൽ മറ്റൊരു അർത്ഥം ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ്. മൂന്നാമത്തത് പ്രവചനം പൂർത്തീകരണം. അത് വിശദീകരിക്കേണ്ട ആവശ്യമുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. പഴയ നിയമത്തിൽ നിന്നുള്ള ചില പ്രവചനങ്ങൾ അത് പിന്നീട് അത് പൂർത്തീകരണമായിട്ട് പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ അതിനെ എപ്രകാരം അത് പൂർത്തീകരിക്കപ്പെട്ടു എന്നുള്ളത് നമ്മൾ കന്യക ഗർഭിണിയായി ഒരു മകനെ പ്രസവിക്കും എന്നുള്ളത് പഴയ നിയമത്തിൽ അത് പ്രവചനമായിട്ട് കാണുന്നു. അത് പിന്നീട് അത് പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ അത് യഥാർത്ഥമായ ഒരു സംഭവമായിട്ട് നമ്മൾ കാണുന്നുണ്ട്. അതുപോലെ തന്നെ കർത്താവിന്റെ കഷ്ടാനുഭവം, മഹത്വീകരണം എന്നിവയ്ക്കെല്ലാം ആധാരമായ പ്രവചന ഭാഗങ്ങൾ ഉണ്ട്. ിൽ നിന്നും വരുന്ന ഇവൻ അതുപോലെ തന്നെ എന്റെ ദൈവമേ നീ എന്നെ കൈവിട്ടത് എന്താ എന്ന് തുടങ്ങുന്ന 22 സങ്കീർത്തനത്തിന്റെ മുഴുവൻ ഭാഗവും എനിക്ക് തോന്നുന്നു കർത്താവിന്റെ കഷ്ടാനുഭവവുമായി ബന്ധപ്പെട്ട അനേകം കാളകൾ എന്നെ വളഞ്ഞു, ഭാഷാൻ കൂറ്റന്മാർ എന്നെ ചുറ്റി എന്നൊക്കെ പറഞ്ഞുള്ള ഭാഗങ്ങൾ നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെ പ്രവചനവും പൂർത്തീകരണവുമായി ബന്ധപ്പെട്ടുള്ള ഒരു കമ്പാരിറ്റീവ് സ്റ്റഡിയും ഒരു വ്യാഖ്യാനത്തിന്റെ ഭാഗമായിട്ട് വരാറുണ്ട്. വർഗമാതൃക ശാസ്ത്ര വ്യാഖ്യാനം, അതിന്റെ ഇംഗ്ലീഷ് വേർഡ് എനിക്ക് അങ്ങോട്ട് കിട്ടുന്നില്ല, ഞാൻ നോക്കിയിട്ട് പറയാം. ആരുടെയെങ്കിലും കയ്യിൽ ഇംഗ്ലീഷ് വേർഷൻ ഉണ്ടെങ്കിൽ നമ്മൾ നോക്കിയിട്ട് പറഞ്ഞാൽ മതി. വർഗമാതൃക ശാസ്ത്ര വ്യാഖ്യാനം, അതായത് യേശുക്രിസ്തുവുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ പറയുകയാണ്. പഴയ നിയമത്തിൽ യേശുക്രിസ്തുവുമായിട്ട് ബന്ധപ്പെട്ട ചില കഥാപാത്രങ്ങൾ, ഇപ്പൊ ആദാം ആയിരിക്കാം, അല്ലെങ്കിൽ മൽക്കീസേദെക്ക് ആയിരിക്കാം, ഹാബേൽ ആയിരിക്കാം, അങ്ങനെ
പല ആളുകൾക്കും യേശു ക്രിസ്തുവുമായിട്ടുള്ള ഒരു ബന്ധം നമ്മൾ കാണുന്നത്. അവരെ ഒരേ വർഗത്തിലാക്കുന്നതിനെ കുറിച്ചാണ് ഈ വർഗ മാതൃകാ ശാസ്ത്ര വ്യാഖ്യാനം എന്ന് പറയുന്നത്. അതും ഒരു രണ്ട് വ്യക്തികളുടെ സിമിലർ ആയിട്ടുള്ള സിറ്റുവേഷൻസ്, ക്യാരക്ടറിസ്റ്റിക്സ്, അവരുടെ ജീവിതത്തിന്റെ മുൻപോട്ടുള്ള പോക്ക്, ജീവിതത്തിലെ ചില പ്രധാനപ്പെട്ട സംഭവങ്ങൾ ഒക്കെ പുതിയ നിയമത്തിലും പഴയ നിയമത്തിലും ഒരുപോലെ കാണുന്നതിനെ ഈ വർഗ മാതൃകാ ശാസ്ത്ര വ്യാഖ്യാനമായിട്ട് കാണാൻ സാധിക്കും. ഇത്രയുമാണ് വ്യാഖ്യാനത്തിന്റെ 4 രീതികൾ. അതിലൊന്ന് പദാനുപദം, അക്ഷരിക ലിറ്ററൽ ആയിട്ടുള്ള ട്രാൻസ്ലേഷൻ, ആലിഗോറിക്കൽ അതായത് അന്യാപദേശം, അത് ഉപമ പോലെയുള്ള മറ്റ് പദങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ദൈവരാജ്യത്തിന്റെ സംഗതികളെ കുറിച്ച് വിശദീകരിക്കുന്നു. അത് നമുക്കറിയാമല്ലോ, ഈ ദൈവരാജ്യം ഇന്നതിനോട് സദൃശം മറ്റതിനോട് സദൃശം എന്നൊക്കെ കർത്താവ് പറയുന്നത് എന്ന് പറഞ്ഞ പോലെ സാദൃശ്യപ്പെടുത്തി പറഞ്ഞതിനെ കുറിച്ചാണ് അവിടെ ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ പ്രവചനവും പൂർത്തീകരണവും തമ്മിലുള്ള താരതമ്യം അവിടെ കാണുന്നു. പിന്നീട് വർഗ മാതൃക, രണ്ട് വ്യക്തികൾ, രണ്ട് പ്രത്യേക സാഹചര്യത്തിലുള്ള വ്യക്തികളെ താരതമ്യം ചെയ്തുകൊണ്ടുള്ള പഠനമാണ് വർഗ മാതൃകാ ശാസ്ത്രം. 7 വ്യാഖ്യാനത്തിന്റെ പ്രസക്തി. എന്തുകൊണ്ടാണ് വ്യാഖ്യാനം പ്രാധാന്യമുള്ളതായി മാറുന്നത് എന്നുള്ളതാണ് അടുത്തതായിട്ട് നമ്മൾ ചിന്തിക്കാനുള്ളത്. മനുഷ്യന്റെ ചിന്താഗതിയും ജീവിത വീക്ഷണവും ആചാരങ്ങളും സാമൂഹിക ബന്ധങ്ങളും ദൈവത്തിന്റെ രക്ഷാകരമായ പ്രവർത്തനങ്ങളുടെ പ്രാധാന്യം ഗ്രഹിക്കുവാൻ സഹായകരമാണ്. അതുപോലെ തന്നെ പഴയ നിയമത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന ഓരോ ഭാഗത്തിന്റെയും അർത്ഥവും പ്രാധാന്യവും കണക്കിലെടുത്ത് ആനുകാലിക ജീവിതവും സമകാലീന പ്രശ്നങ്ങളുമായി ബന്ധപ്പെടുത്തുമ്പോൾ യേശുക്രിസ്തുവിൽ വെളിപ്പെട്ട ദൈവസ്നേഹത്തിന് വെളിച്ചത്തിലായിരിക്കണം ഉപയോഗവും വ്യാഖ്യാനവും. ഈ 2-3 കാര്യങ്ങൾ നമ്മൾ ചിന്തിക്കണം. അതായത് മുമ്പേ പറഞ്ഞതുപോലെ വ്യാഖ്യാനിക്കുമ്പോൾ പഴയ നിയമത്തിലുള്ള യഥാർത്ഥമായ ഒരു കോണ്ടെക്സ്റ്റ്, നമ്മളിപ്പം കൺവെൻഷൻ പ്രസംഗങ്ങളൊക്കെ കേൾക്കുന്ന സമയത്ത് ഒരാളെ കുറിച്ച് പ്രസംഗം, അവിടുത്തെ കോണ്ടെക്സ്റ്റും അതിന് പുതിയ നിയമവുമായിട്ടുള്ള ബന്ധവും ഇന്നത്തെ കാലത്ത് നമ്മളുമായിട്ടുള്ള ഒരു ബന്ധവും തമ്മിലുള്ള കാര്യങ്ങൾ മനസ്സിലാക്കുമ്പോൾ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ തന്നെ ചില ആശ്വാസം, അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ചില ഹോപ്പ്, ധൈര്യം ഒക്കെ ലഭിക്കാൻ തക്കവണ്ണം സഹായിക്കുന്ന ഒരുപാട് സംഗതികൾ പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും ഉണ്ടാകാറുണ്ട്. അപ്പൊ ആ ഒരു സാഹചര്യം ഇന്നത്തെ ജീവിതത്തിലും സഭാ ജീവിതത്തിലും നമുക്ക് ഉണ്ടാകാൻ വേണ്ടിയാണ് ഈ വ്യാഖ്യാനം സഭയിൽ കൊടുത്തിരിക്കുന്നത്. നമ്മൾ അവസാനത്തെ അധ്യായത്തിലേക്ക് പ്രവേശിക്കാം. പഴയ നിയമവും ഭാരത പശ്ചാത്തലവും. ഭാരത പശ്ചാത്തലം എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം, ഭാരതം ഈസ് എ ലാൻഡ് ഓഫ് റിലീജിയൻസ്. ഒരുപാട് മതങ്ങൾ രൂപം കൊണ്ട ഒരു നാടാണ് നമ്മളുടെ ഭാരതം. ഈ മതങ്ങളുടെ പ്രധാനപ്പെട്ട സംഗതി എന്ന് പറഞ്ഞാൽ മനുഷ്യന്റെ നന്മ തന്നെയാണ്, മനുഷ്യൻ നന്മയിൽ ജീവിക്കുക എന്നുള്ളത് തന്നെയാണ്. പക്ഷെ ചില സാഹചര്യങ്ങളൊക്കെ മതങ്ങൾ പരസ്പരം പോരടിക്കുന്നതും കുരിശുദ്ധങ്ങൾ നടത്തുന്നതും ഒക്കെ നമുക്ക് കാണാം. അതിൽ ആരും അങ്ങനെ പിന്നോട്ടല്ല എന്നുള്ളത് നമുക്കറിയാം. പ്രത്യേകിച്ച് ചില സമാധാന മതക്കാരൊക്കെ ഇപ്പോൾ കുറച്ചും കൂടി അതിന്റെ എക്സ്ട്രീം വേർഷനിലേക്ക് എത്തിയിരിക്കുകയാണെന്നും നമുക്കറിയാം. പോട്ടെ, അത് നമ്മുടെ വിഷയമല്ലാത്തതുകൊണ്ട് ഭാരതത്തിലുള്ള മതങ്ങളും അതുപോലെ തന്നെ പഴയ നിയമവും തമ്മിലുള്ള ഒരു ബന്ധത്തെ കുറിച്ചാണ് നമ്മൾ ചിന്തിക്കുന്നത്. ഈ പഴയ നിയമത്തിലെ പല ആശയങ്ങൾക്കും നമ്മുടെ ഭാരതത്തിൽ പ്രാധാന്യം ഉണ്ടായിരുന്നു എന്ന് തന്നെ വേണം നമുക്ക് മനസ്സിലാക്കാൻ. പഴയ നിയമം അല്ലെങ്കിൽ യേശുക്രിസ്തുവുമായി ബന്ധപ്പെട്ട ക്രിസ്തീയ മതം, ഇവയൊക്കെ ഭാരതവുമായി ബന്ധമില്ലാത്തവയാണ് എന്ന് ഒറ്റ നോട്ടത്തിൽ നമുക്ക് ചിന്തിക്കാമെങ്കിൽ, കാരണം ഇതിന്റെയൊക്കെ സംഭവങ്ങൾ നടക്കുന്നത് ഭാരതത്തിലോ സമീപ പ്രദേശത്തോ ഒന്നും അല്ലാത്തത് കൊണ്ട് ഏതോ ഒരു പുസ്തകത്തിൽ, എസ്തറിന്റെ പുസ്തകത്തിൽ മാത്രമാണ് ഭാരതവുമായി ബന്ധപ്പെട്ട പരാമർശമുള്ളത്. അതുപോലെ ശലോമോൻ ഭാരതത്തിൽ നിന്നും ചില വസ്തുക്കളൊക്കെ ദേവാലയ നിർമ്മിതിക്കായിട്ട് കൊണ്ടുപോയിട്ടുണ്ട് എന്നും കിഴക്കു നിന്നെത്തിയ വിദ്വാൻമാരിൽ ആരോ ഒരാൾ ഭാരതീയനായിരുന്നു എന്നൊക്കെയുള്ള ചിന്തകളൊക്കെ പറയുന്നത് ഒഴിച്ചാൽ ഭാരതവുമായിട്ട് അങ്ങനെ നേരിട്ട് ബന്ധമൊന്നും വേദപുസ്തകത്തിലെ സംഭവങ്ങൾക്കൊന്നുമില്ല. എന്നാലും ചില ആശയങ്ങൾ പരസ്പരം ബന്ധപ്പെടുന്നതായിട്ട് നമുക്ക് കാണാം. അതിൽ ഒന്നാമത്തെയാണ് ദൈവം പരിപാലകൻ. എല്ലാത്തിന്റെയും സൃഷ്ടാവ്, നിർമ്മാതാവ്, കാരണഭൂതൻ, പരിപാലകൻ, ഇതിന്റെ എല്ലാത്തിന്റെയും സോൾ അതോറിറ്റി എന്ന് പറയുന്നത് ദൈവമാണ്. ദൈവം എന്ന് പറയുന്ന ആശയം, ദ ക്രിയേറ്റർ, എന്താ പറയുന്നേ, ദ വൺ ഹു ടേക്കിംഗ് കെയർ ഓഫ് ദ വേൾഡ്, ലോകത്തെ പരിപാലിക്കുന്ന പരിപാലകൻ എന്നെങ്ങനെയൊക്കെ ഉള്ളൊരു ചിന്ത എല്ലായിടത്തും കോമൺ ആണ്. അതിൽ ചിലപ്പോഴൊക്കെ ചില മതങ്ങൾക്ക് ചില പേരുകൾക്ക് ചില വ്യത്യാസം വരും എന്നുള്ളതല്ലാതെ ഈ ദൈവം എന്നുള്ള ആശയം എല്ലാ മതത്തിന്റെയും ഒരു ഭാഗമായി മാറുകയാണ്. ദൈവം സൃഷ്ടിക്കുന്നുവെന്നും ദൈവം സംരക്ഷിക്കുന്നുവെന്നും അതുപോലെ തന്നെ ദൈവം മനുഷ്യനെ നിയന്ത്രിക്കുന്നുവെന്നും ഒക്കെയുള്ള ചിന്തകളൊക്കെ അവിടെ കാണുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മളെ സൃഷ്ടിക്കുകയും പുലർത്തുകയും ചെയ്യുന്ന ദൈവത്തെ നമ്മൾ പ്രാർത്ഥിക്കണം, ബഹുമാനിക്കണം.
എന്നിങ്ങനെയുള്ള ചിന്തകൾ നമുക്ക് കാണാം. അതുപോലെ തന്നെ നമ്മൾ പുതിയ നിയമത്തിൽ പറയുന്ന അയൽക്കാരനെ തന്നെ പോലെ തന്നെ സ്നേഹിക്കുക എന്നിങ്ങനെയുള്ള മഹനീയ തത്വങ്ങൾ ഇന്ത്യയിൽ പ്രവർത്തിക്കുന്നവരും ജീവിക്കുന്നവരുമായ മതസ്ഥർക്ക് അംഗീകൃതമായ വിഷയമാണ് എന്ന് നമുക്ക് കാണാം. രണ്ടാമത്തെ ഭാഗം, മനുഷ്യൻ ദൈവത്തിന്റെ പ്രതിച്ഛായയിൽ നിർമ്മിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ്. നമുക്ക് വേദപുസ്തകം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്ന ഒരു സംഭവമാണ്. ദ ഇമേജ് ആൻഡ് ലൈക്ക്നെസ് ഓഫ് ഗാഡ്, ദൈവത്തിന്റെ സ്വരൂപത്തിലും പ്രതിച്ഛായയിലുമാണ് മനുഷ്യൻ സൃഷ്ടിക്കപ്പെട്ടത് എന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ദൈവത്തിന്റെ ചൈതന്യവും ദൈവത്തിന്റെ മഹിമയും മനുഷ്യനിലൂടെയാണ് പ്രതിഫലിപ്പിക്കപ്പെടുന്നത്. അതുപോലെ തന്നെ ദൈവത്തിന്റെ ഏറ്റവും ശ്രേഷ്ഠ സൃഷ്ടിയാണ് മനുഷ്യൻ എന്നുമൊക്കെ ഉള്ളത് നമ്മളുടെ മതത്തിലാണെന്ന് പറഞ്ഞാലും ചുറ്റുപാടുമുള്ള ഭാരതത്തിലെ പല മതങ്ങൾക്കും അത് കോമൺ ആയി അംഗീകരിക്കപ്പെട്ടിട്ടുള്ള ഒരു വസ്തുതയാണ്. ഇതുമായി ബന്ധപ്പെട്ട ഒരുപാട് ചിന്തകൾ ഹൈന്ദവ മതഗ്രന്ഥങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. അതുപോലെ തന്നെ അവരുടെ ദൈവങ്ങൾക്ക് പല ദൈവങ്ങൾക്കും മനുഷ്യരൂപമാണ് എന്നുള്ളത് നമുക്കറിയാം. അതുപോലെ തന്നെ മനുഷ്യരും ദൈവവും തമ്മിൽ എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു, മനുഷ്യന്റെ മരണശേഷം അവൻ എന്താണ് സംഭവിക്കുന്നത് എന്നിങ്ങനെയുള്ള വിഷയങ്ങളെ കുറിച്ച് വിവിധ മതങ്ങളിൽ വിവിധ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. നമുക്കറിയാം സെക്കൻഡ് ബർത്ത്, രണ്ടാം ജനനമെന്നും പൂർവ്വജന്മമെന്നും മനുഷ്യനല്ലാതെ ജനിക്കേണ്ടി വരുന്നതിനെ കുറിച്ചും ഒക്കെയുള്ള ചിന്തകൾ മറ്റ് മതങ്ങളിലൊക്കെ നമ്മൾ കാണുന്നുണ്ട്. അപ്പൊ അങ്ങനെയുള്ളൊരു ചില വ്യത്യാസങ്ങളും ചില ഭാഗത്തൊക്കെ കാണാമെങ്കിലും ചില കാര്യങ്ങളിലൊക്കെ സിമിലാരിറ്റി ഉണ്ട്. മതങ്ങളും ആരാധനയും മനുഷ്യനും സൃഷ്ടാവും അല്ലെങ്കിൽ ദൈവവും തമ്മിലുള്ള ബന്ധം നിലനിർത്തുവാനും സജീവമായി തുടരുവാനുള്ള ചില പ്രക്രിയകളിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ള വസ്തുതയാണ് ദൈവീക ആരാധന. അത് മിക്കവാറും എല്ലാ മതങ്ങളും, അതായത് ഹിന്ദുക്കളും മുഹമ്മദീയരും ഒക്കെ അംഗീകരിക്കുന്ന ഒരു വസ്തുതയാണ് ഈ ആരാധന എന്ന് പറയുന്ന വസ്തുത. ഈ ഹൈന്ദവ ആരാധനയുടെ പ്രത്യേകം നമ്മുടെ ആരാധനയിൽ നിന്ന് വ്യത്യസ്തമായി ഒരു കമ്മ്യൂണിറ്റി വർഷിപ്പ് എന്നുള്ളതിനേക്കാൾ കൂടുതൽ ഒരു പേഴ്സണൽ പ്രയർ എന്നുള്ളതിനാണ് അവർക്ക് വ്യക്തി കേന്ദ്രീകൃതമായ ആരാധന. നമ്മളെ അമ്പലത്തിലൊക്കെ പോയാൽ ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കുന്ന, നമ്മൾ മൂവിയിലൊക്കെ എങ്കിലും കണ്ടിട്ടുണ്ടായിരിക്കും, ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കുന്നതിനേക്കാൾ അവരവര് ഒരു ശ്രീകോവിലിന് മുമ്പിൽ പോയി എന്ന് പ്രാർത്ഥിച്ച് തിരിച്ചു പോകുന്ന ഒരു രീതി, അവരവർക്ക് ഇഷ്ടമുള്ള സമയത്ത് ഇഷ്ടമുള്ള രീതിയിൽ പോയി പ്രാർത്ഥിക്കാനുള്ള ഫ്രീഡമുള്ള ഒരു മതം കൂടിയാണ് അവരുടെ. പക്ഷെ എന്നാലും ആരാധന, അതുപോലെ തന്നെ മതഗ്രന്ഥ വായന, ഇവയെല്ലാം മിക്കവാറും എല്ലാ മതങ്ങളിലും കോമൺ ആയിട്ട് നമുക്ക് കാണാൻ തക്കോണം സാധിക്കുന്ന ഒരു വസ്തുതയാണ്. മതഗ്രന്ഥങ്ങളും വ്യക്തിപരമായ വായനയും, മതഗ്രന്ഥങ്ങളുടെ ധ്യാനം, വായന, പഠനം എന്നിവ നൽകുന്ന ശക്തി എല്ലാ മതത്തിന്റെയും ഒരു ആത്മീയമായ ഒരു അടിത്തറയാണ്. എല്ലാവരും വിലമതിക്കുന്ന ഒരു സംഗതിയാണ് ഈ പറയുന്ന മിക്കവാറും എല്ലാ മതങ്ങളും അവരവരുടെ എനിക്ക് തോന്നുന്നു അതുകൊണ്ട് തന്നെ ആവണം വേദപുസ്തകം അല്ലെങ്കിൽ ദ ഹോളി ബൈബിൾ എന്ന് പറയുന്ന ആശയം ഒരു പരിധിയിൽ കൂടുതൽ നമ്മുടെയൊക്കെ ക്രിസ്തീയ ജീവിതത്തിൽ പോലും സ്വാധീനം ചെലുത്തുന്നതിന്റെ ഒരു കാരണം ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു ചുറ്റുപാടുള്ള മതങ്ങളെല്ലാം അവരവരുടെ ആത്മീയതയും അവരവരുടെ സ്പിരിച്വാലിറ്റിയും ജീവിതത്തിന്റെ മൂല്യങ്ങളും ഒക്കെ ക്രമീകരിച്ചിരിക്കുന്നത് ഈ പറയുന്ന അവരുടെ മതഗ്രന്ഥങ്ങളുമായിട്ട് ബന്ധപ്പെടുത്തി ആയതുകൊണ്ടായിരിക്കാം നമുക്കും അങ്ങനെയുള്ളൊരു സംഗതി ഉണ്ടായത് നമുക്കറിയാമല്ലോ. നമ്മളുടെ സഭയിൽ വേദപുസ്തകത്തിന് നമ്മൾ കൊടുക്കേണ്ടുന്ന ഒരു സ്ഥാനമുണ്ട്. അതിനപ്പുറത്തേക്ക് സോളാ സ്ക്രിപ്ചൂറ എന്ന് പറയുന്ന ഒരു സംഗതിയൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. വേദപുസ്തകം മാത്രമാണ് ദ സോൾ ബാക്ക്ഗ്രൗണ്ട് ഓഫ് ഫെയ്ത്ത് എന്ന് നമ്മൾ ചിന്തിക്കുന്ന ഒരു രീതിയൊക്കെ ചില മതക്കാർക്കൊക്കെ ചില ഡിനോമിനേഷൻസ് ഒക്കെ കാത്തു സൂക്ഷിക്കാറുണ്ട്. പക്ഷെ എന്നാൽ അതിനേക്കാളൊക്കെ ഉപരിയായി നമുക്ക് നമ്മുടെ പ്രത്യേകമായ സാഹചര്യത്തിൽ നമുക്ക് ലിറ്റർജിക്കും അതുപോലെ ട്രഡീഷൻസിനും അതുപോലെ ദ ടീച്ചിങ് ഓഫ് അവർ ചർച്ച് ഫാദേഴ്സ് ഇതിനൊക്കെ നമ്മൾ കൊടുക്കേണ്ടതായ പ്രാധാന്യം കൊടുത്തു തന്നെയാണ് മുമ്പോട്ട് പോകുന്നത്. എന്നാലും മതഗ്രന്ഥങ്ങളും വിശ്വാസം തമ്മിലുള്ള ബന്ധം നമ്മുടെ മതത്തിലും അതുപോലെ തന്നെ ഭാരതീയ പശ്ചാത്തലത്തിലുമൊക്കെ വളരെയധികം നമുക്ക് കാണാൻ സാധിക്കുന്ന വസ്തുതയാണ്. വ്യക്തിയും സമൂഹവും തമ്മിലുള്ള അഭേദ്യമായ ഒരു ബന്ധം എന്ന് പറയുന്നത് പാശ്ചാത്യരെക്കാൾ കൂടുതൽ പൗരസ്ത്യർക്ക് എളുപ്പമാണ് ഗ്രഹിക്കാൻ. കാരണം മനുഷ്യൻ ഒരുമിച്ച് ജീവിക്കുന്നത് നമുക്ക് നമ്മുടെയൊക്കെ ഈ 25 വർഷങ്ങൾക്ക് മുൻപ് അല്ലെങ്കിൽ ഒരു 10-40 വർഷങ്ങൾക്ക് മുൻപ് ഭാരതത്തിൽ ജീവിച്ചിരുന്ന ആളുകളാണ്. അപ്പൊ അങ്ങനെയുള്ള സാഹചര്യത്തിൽ ആളുകൾക്ക് എന്തെങ്കിലും ആവശ്യം വരുമ്പോൾ അവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള നെയ്ബറിങ് ഹൗസസിൽ തൊട്ടടുത്തുള്ള വീട്ടിൽ പോയി കാര്യം സാധിച്ച് തിരിച്ചു വരുന്ന സംഗതി നമുക്കറിയാം. ഈ കുറവ് വന്നു കഴിഞ്ഞാൽ തൊട്ടടുത്ത വീട്ടിൽ നിന്ന് അരി മേടിക്കുന്ന രീതി. അപ്പൊ അതുപോലെ തന്നെ മതിലുകൾ ഇല്ലാത്ത രീതി. അപ്പൊ ആളുകൾ ഒരുമിച്ച് കൂടുന്ന
പ്രത്യേകിച്ച് വിളിച്ചു കൂട്ടുന്ന കൂട്ടങ്ങൾ മാത്രമല്ല, അല്ലാതെ തന്നെ ആളുകൾ ഒരുമിച്ച് കൂടുകയും സംസാരിക്കുകയും വെറുതെ സംസാരിച്ചിരിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു രീതി എനിക്കൊന്ന് പാശ്ചാത്യത്തെക്കാൾ കൂടുതൽ പൗരസ്ത്യർക്ക് കുറച്ചും കൂടെ മനസ്സിലാക്കാൻ സാധിക്കും. വ്യക്തിയും സമൂഹവും തമ്മിലുള്ള ഒരു ബന്ധം ഉണ്ട്. അതുപോലെ തന്നെ പഴയ നിയമത്തിൽ കാണുന്ന ഒരു പ്രധാനമായിട്ട് ഉള്ളൊരു സംഗതിയാണ് ഒരു വ്യക്തിക്ക് സമൂഹത്തിലുള്ള സ്ഥാനം. സമൂഹത്തിൽ നിന്ന് ഒറ്റപ്പെട്ട് വ്യക്തിക്ക് ജീവിക്കാൻ സാധ്യമല്ല എന്നും, അതുപോലെ തന്നെ വ്യക്തിയുടെ പ്രവർത്തനം സമൂഹത്തിലും സമൂഹത്തിന് സ്വാധീനം വ്യക്തിയിലും വ്യതിയാനങ്ങൾ സൃഷ്ടിക്കും എന്ന് നമുക്ക് പഴയ നിയമത്തിൽ കൂടി കാണാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ സ്വാധീനങ്ങളെയെല്ലാം ചെറുത്തു നിന്നുകൊണ്ടുള്ള വ്യക്തിയുടെ ജീവിതം അസാധ്യമാണ്. സമൂഹത്തിന്റെ വ്യക്തികളുടെയും നേട്ടങ്ങളും കോട്ടങ്ങളും ഒന്നായി കാണുന്ന രീതി ഭാരത പശ്ചാത്തലത്തിൽ അംഗീകരിക്കപ്പെട്ട ഒരു യാഥാർത്ഥ്യമാണ്. വ്യാവസായിക വിപ്ലവം, സാങ്കേതിക ശാസ്ത്രീയ നേട്ടങ്ങളിലെ ഭാരതത്തിലെ സാമൂഹിക ഘടനയെ ഒരു പരിധിവരെ സ്വാധീനിച്ചിട്ടുണ്ടെങ്കിലും പരിപൂർണമായി രൂപപ്പെടുത്തുവാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. വ്യക്തിയുടെ വ്യക്തിത്വത്തെ തള്ളിക്കളയുവാനല്ല, വ്യക്തിനിഷ്ഠ മാത്രമായ അവസ്ഥയ്ക്ക് മാറ്റമുണ്ടാകണമെന്നാണ് പൗരസ്ത്യ ചിന്താഗതിയുടെ ഒരു ഊന്നൽ. അതായത് വ്യക്തിയെ വ്യക്തി എന്ന നിലയിൽ അംഗീകരിക്കുന്നതോടൊപ്പം തന്നെ അവരോട് പറയുകയാണ്, നിങ്ങളായി തന്നെ ഒതുങ്ങിക്കൂടി പോകാൻ പാടില്ല. ഈ ഒരു സമൂഹത്തിൻ്റെതായിട്ടുള്ള മാറ്റങ്ങൾ കൂടി നിങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കണം എന്നുള്ള ഒരു വലിയ സന്ദേശം ഈ പൗരസ്ത്യ ചിന്ത നൽകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ മതഗ്രന്ഥത്തിലും പഴയ നിയമത്തിലും മനുഷ്യൻ ഒറ്റയ്ക്ക് ജീവിക്കുന്നതിനേക്കാൾ സമൂഹമായി ജീവിക്കുന്നതിനാണ് കുറച്ചുകൂടി ഊന്നൽ കൊടുക്കുന്നതെന്ന് നമുക്ക് കാണാം. നന്മയും തിന്മയും തമ്മിലുള്ള സംഘടന, അത് ഒബ്വിയസ്ലി ഈ സാധനം എല്ലാ മതഗ്രന്ഥങ്ങളുടെ അടിസ്ഥാനമാണ്. ഏതൊക്കെ സാഹചര്യത്തിലായാലും നന്മയും തിന്മയും തമ്മിലാണ് സംഘടന. ഒടുവിൽ നന്മ ജയിക്കും, അല്ലെങ്കിൽ തിന്മ ചെറിയ വിജയങ്ങൾ ഉണ്ടായാൽ പോലും പിന്നീടുള്ള ആത്യന്തികമായ വിജയം നന്മയ്ക്കാണ് എന്ന് നമുക്ക് കാണാൻ തക്കവണ്ണം സാധിക്കുന്നുണ്ട്. ചിലപ്പോഴൊക്കെ തിന്മ ജയിക്കുമെന്ന് തോന്നിയാലും അവസാനം നന്മ തന്നെ വിജയം വരിക്കും എന്ന് അവിടെ കാണുന്നുണ്ട്. അതുപോലെ തന്നെ ഹൈന്ദവ മതഗ്രന്ഥങ്ങളുടെ ഒരു പ്രധാനപ്പെട്ട പഠിപ്പിക്കലാണ് അവതാരങ്ങൾ. ഈ അവതാരങ്ങൾ പിറവിയെടുക്കുന്നതൊക്കെയും അനീതിയും തിന്മയും ലോകത്തിൽ പെരുകുമ്പോൾ അവയെ നശിപ്പിക്കുവാൻ ദൈവത്തിന്റെ അവതാരം നടക്കുമെന്ന് ഹൈന്ദവ മതഗ്രന്ഥങ്ങളും സാക്ഷിക്കുന്നുണ്ട്. അതുപോലെ അതാണ് നന്മയും തിന്മയും തമ്മിലുള്ള ഈ ഒരു സംഘട്ടനം. കൗരവ പാണ്ഡവ യുദ്ധം, രാമായണ യുദ്ധം എന്നിങ്ങനെയുള്ള വാലി സുഗ്രീവ യുദ്ധം എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള നന്മയും തിന്മയും തമ്മിലുള്ള പോരാട്ടങ്ങളൊക്കെ പലയിടത്തും നമ്മൾ കാണുന്നുണ്ട്. പക്ഷെ എന്നാൽ പാശ്ചാത്യ ലോകത്ത് there is no right and wrong, ടു റൈറ്റ്സ് ആണ് തമ്മിൽ ഏറ്റുമുട്ടുന്നതെന്നാണ് പാശ്ചാത്യ ലോകം നമ്മളെ പഠിപ്പിക്കുന്നത്. പക്ഷെ എന്നാൽ മിക്കവാറുള്ള മതഗ്രന്ഥങ്ങളുടെ എല്ലാം ഒരു പഠിപ്പിക്കൽ തീം എന്ന് പറയുന്നത് നന്മയും തിന്മയും തമ്മിലുള്ള സംഘടന തന്നെയാണ്. അവസാനത്തെ ഭാഗത്തേക്ക് കടക്കുകയാണ്. ദൈവം അനുവദിച്ച് നമുക്ക് ഇതുകൂടി പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കും. വ്യക്തിയുടെ ത്യാഗം സമൂഹത്തിന് പ്രയോജനം, അത് നമുക്ക് ഒറ്റയടിക്ക് നമ്മുടെ ക്രിസ്തുവുമായിട്ട് ബന്ധപ്പെടുത്തി ചിന്തിക്കാവുന്നതാണ്. ഒരുവന്റെ കഷ്ടത, ത്യാഗം എന്നിവ മൂലം സമൂഹത്തിന് പ്രയോജനം ലഭിക്കുന്നു എന്ന ചിന്തയും ഭാരതത്തിന്റെ ചിന്തയ്ക്ക് യോജിച്ചവയാണ്. കൂടാതെ ഓരോരുത്തരുടെ പ്രവൃത്തിക്ക് യോജിച്ച വിധത്തിൽ അവർ ഫലം അനുഭവിക്കേണ്ടി വരുമെന്നും നന്മയ്ക്ക് പകരം നന്മയും തിന്മയ്ക്ക് പകരം ശിക്ഷയെ അനുഭവിക്കുമെന്നും പഴയ നിയമവും ഭാരതീയ മതഗ്രന്ഥങ്ങളും ഒരേ സ്വരത്തിൽ ഉദ്ഘോഷിക്കുന്നു. നമുക്കറിയാം, ഈ രാമായണം വായിച്ചിട്ടുള്ള ആളുകൾക്കറിയാം, രാമായണത്തിലും ഒരു വലിയ ക്രൈസിസ് ഉണ്ടാകുന്ന സമയത്ത് ശ്രീരാമൻ എന്ന് പറയുന്ന കഥാനായകൻ പിതാവിന്റെ ആജ്ഞാനുസരണം കാട്ടിലേക്ക് പോകുന്നതും അവിടെ വലിയ ഒരു ക്രൈസിസ് അവിടെ ഇല്ലാതെയായി മാറുന്നതും നമുക്ക് കാണാൻ തക്കവണ്ണം സാധിക്കുന്നുണ്ട്. അങ്ങനെ ഒരാൾ പെട്ടെന്ന് നടത്തിയ ഒരു ചെറിയ ത്യാഗം മൂലം പിതാവിന് സന്തോഷം ഉണ്ടായോ എന്നുള്ളത് നമുക്ക് പിന്നീട് ചിന്തിക്കുമ്പോൾ അങ്ങനെ അല്ല എന്ന് മനസ്സിലാവും. എങ്കിൽ പോലും അവിടെ പിതാവ് കൊടുത്ത ഒരു വാഗ്ദാനം നിറവേറ്റേണ്ട ഉള്ള ഒരു കാരണമായിട്ട് സ്വന്തം മകൻ പിതാവിന് വേണ്ടി വീട് വിട്ടിറങ്ങി പോകുന്ന ഒരു സാഹചര്യം ഒക്കെ നമ്മൾ കാണുന്നുണ്ട്. അങ്ങനെ ഭാരതീയ പശ്ചാത്തലത്തിലൊക്കെ ഈ ത്യാഗം, മറ്റുള്ളവർക്ക് വേണ്ടി ത്യാഗം വരിക്കുന്നതിനെ ഒക്കെ വലിയ രീതിയിൽ ഗ്ലോറിഫൈ ചെയ്ത് കാണിക്കുന്ന ഒരു രീതി ഭാരതീയ പാരമ്പര്യത്തിലും അതുപോലെ തന്നെ നമ്മുടെ വേദപുസ്തകങ്ങളും നമ്മൾ കാണുന്നുണ്ട്. ഇത്രയുമാണ് ഭാരതീയ പശ്ചാത്തലവുമായി ചിന്തിക്കുമ്പോൾ നമ്മുടെ വേദപുസ്തകത്തിനുള്ള അല്ലെങ്കിൽ പഴയ നിയമത്തിനുള്ള പ്രധാനപ്പെട്ട സാമ്യങ്ങളും അതുപോലെ തന്നെ ചില വ്യത്യാസങ്ങളും. ഇത്രയും നമ്മുടെ ക്വസ്റ്റ്യൻസ് അനുസരിച്ച് നമ്മൾ ആ ചാപ്റ്റർ ഒന്നുകൂടി വായിക്കുമ്പോൾ കുറച്ചും കൂടി കൂടുതൽ നമുക്ക് മനസ്സിലാകും. അതായത് പഴയ നിയമത്തിലും ഹൈന്ദവ മതഗ്രന്ഥങ്ങളിലും കാണുന്ന അഭിപ്രായ ഐക്യമുള്ള വിഷയങ്ങൾ പ്രതിപാദിക്കുക,
പഴയ നിയമ ഗ്രന്ഥങ്ങൾക്ക് എന്ത് വൈശിഷ്ട്യങ്ങൾ ദർശിക്കുന്നു, സൃഷ്ടി രക്ഷാ സിദ്ധാന്തങ്ങൾ വിവിധ മതഗ്രന്ഥങ്ങളിൽ ഉള്ളത് എങ്ങനെ ബന്ധിപ്പിക്കാം എന്ന് പരിശോധിക്കുക. അപ്പം മറ്റു മതങ്ങളുമായി ബന്ധപ്പെട്ട ചില ചിന്തകളെങ്കിലും നമ്മൾ കോർഡിനേറ്റ് ചെയ്ത് അവതരിപ്പിക്കേണ്ടതായി വരുന്നുണ്ട്. അപ്പോ വളരെ നാളുകൾ നീണ്ട നമ്മുടെ ഈ ശുശ്രൂഷ ഇവിടെ പൂർത്തീകരിക്കുകയാണ്. മൂന്നാമത്തെ പുസ്തകം അതിന്റെ അവസാനത്തെ യൂണിറ്റിന്റെ അവസാനത്തെ പാരഗ്രാഫ് വരെ നമ്മൾ പൂർത്തീകരിച്ചു. ഞാൻ ആദ്യത്തെ ക്ലാസ്സിൽ സൂചിപ്പിച്ചതുപോലെ വി നീഡ് ടൈം ലൈൻ. അത് മനസ്സിൽ ചെയ്യാൻ പറ്റുന്ന ആളുകൾക്ക് മനസ്സിൽ തന്നെ അത് ആദാമിന്റെ സൃഷ്ടി മുതൽ, അല്ലെങ്കിൽ ഈ ആദിയിൽ ദൈവം ആകാശവും ഭൂമി സൃഷ്ടിച്ചത് മുതൽ ഇങ്ങോട്ടുള്ള ഒരു ടൈം ലൈൻ നമ്മളെ വെളിപ്പാട് പുസ്തകം വരെ, അല്ലെങ്കിൽ പഴയ നിയമത്തിന്റെ അവസാനം വരെയുള്ള കാര്യങ്ങളെങ്കിലും ആ ഒരു ടൈം ലൈനിൽ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് കുറച്ചും കൂടി കാര്യങ്ങൾ എളുപ്പം മനസ്സിലാക്കാൻ സാധിക്കും. 4 യൂണിറ്റുകളാണ് നമ്മൾ പഠിച്ചത്. ഒന്ന്, പഴയ നിയമത്തിന്റെ ആരംഭം, ആമുഖം, പഞ്ചഗ്രന്ഥം എന്നിവയെ കുറിച്ചായിരുന്നു. അതുപോലെ തന്നെ പിന്നീട് വേദപുസ്തക ചരിത്രത്തെക്കുറിച്ച് നമ്മൾ പ്രതിപാദിച്ചു. എബ്രായ ചരിത്രം, ആദികാല ചരിത്രം, ക്രിസ്തു വരെയുള്ള ചരിത്രം, അതുപോലെ തന്നെ വേദപുസ്തകത്തിലെ തന്നെ ചരിത്ര ഗ്രന്ഥങ്ങളുടെ കാര്യങ്ങളെ കുറിച്ച് പഠിച്ചു. പിന്നീട് യവനാധിപത്യത്തെക്കുറിച്ചും അപ്പോക്രിഫ ഗ്രന്ഥത്തെക്കുറിച്ചും വെളിപ്പാട് സാഹിത്യത്തെക്കുറിച്ചും നമ്മൾ പിന്നീട് പഠിച്ചു. അതിനകത്ത് കൂടുതലായിട്ടും ഇന്റർ ടെസ്റ്റമെന്റൽ ലിറ്ററേച്ചറിനെ കുറിച്ചും അതുപോലെ തന്നെ അന്നത്തെ കാലഘട്ടത്തിലുണ്ടായ പ്രവാസങ്ങളെ കുറിച്ചും അതുപോലെ മറ്റ് മതങ്ങളുടെ സംസ്കാരങ്ങളുടെ ആധിപത്യങ്ങളെ കുറിച്ചും ഒക്കെ അവിടെ നമ്മൾ പഠിച്ചു. അതുപോലെ തന്നെ പഴയ നിയമം ദൈവശാസ്ത്രം എന്ന് പറയുന്ന അവസാനത്തെ യൂണിറ്റ്, അത് മതഗ്രന്ഥങ്ങളുമായി ബന്ധപ്പെട്ട് ദൈവം എന്ന് പറയുന്ന ആശയത്തെ ഓരോ മതങ്ങളും പഴയ നിയമവും എപ്രകാരം മനസ്സിലാക്കുന്നുവെന്നും അതിന് ക്രിസ്തീയ ആരാധനയുമായിട്ടും നീതിശാസ്ത്രവുമായിട്ടും ദൈവശാസ്ത്രവുമായും വ്യാഖ്യാന ശാസ്ത്രവുമായും ഭാരത പശ്ചാത്തലവുമായും പഴയ നിയമത്തിന് എപ്രകാരം ബന്ധമുണ്ട് എന്നും നമ്മൾ അവസാനത്തെ യൂണിറ്റിൽ പഠിച്ചു. ഇത്രയും കാര്യങ്ങൾ നമ്മളുടെ മനസ്സിൽ ഓർത്തിരിക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുക. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ കോണ്ടാക്ട് ചെയ്താൽ മതി. എന്നെ കൊണ്ട് പറ്റുന്ന കാര്യങ്ങൾ വിശദീകരിച്ച് തരാം, അല്ലെങ്കിൽ എവിടെയെങ്കിലും റെഫർ ചെയ്തതിനു ശേഷം പറഞ്ഞ് മനസ്സിലാക്കി തരാം. താങ്ക് യു സോ മച്ച്. താങ്ക് യു വെരി മച്ച് അച്ഛൻ. താങ്ക് യു. അച്ഛ ഒരിക്കലും സമയം കിട്ടത്തില്ല, പക്ഷെ ഇത് പറയാതിരിക്കാൻ വയ്യ. അച്ഛൻ ഒത്തിരി നല്ല ഒരു അധ്യാപകനാ കേട്ടോ. താങ്ക് യു സോ അത് മച്ച്. ഒത്തിരി നല്ലതായിട്ട് ഞങ്ങൾ പണ്ടൊക്കെ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് എങ്ങനെ ടീച്ചേഴ്സ് പറയുന്ന അതുപോലെ ഒത്തിരി നല്ലതായിട്ട് മനസ്സിലാവുന്നുണ്ടായിരുന്നു അച്ഛൻ പഠിപ്പിച്ചൊക്കെ. പിന്നെ വേറൊരു കാര്യം, MVSന്റെ പാട്ട് ഞാൻ പറയാനായിട്ട് ഒരുങ്ങിയിരിക്കുവായിരുന്നു. ഒത്തിരി നല്ല പാട്ടായിരുന്നു. അച്ഛനല്ലേ അതിൽ റിസ് ചെയ്തത്? താങ്ക് യു. അതെ ഞാൻ ചെയ്തേ. ഓക്കെ അച്ഛ, താങ്ക് യു. താങ്ക് യു സോ മച്ച്. രമ്യ എവിടുന്ന്, ഏത് പള്ളിന്നാ? ഞാൻ എഡ്മണ്ടൻ അച്ഛ. ഞങ്ങളിപ്പം പതുക്കെ മാറുക, പക്ഷെ still I'm so happy to be part of ദിവ്യബോധനം and DSWA. ഇതൊക്കെ മാറുവാണെന്നല്ല, ഓൾറെഡി മാറി. മാറി സ്റ്റിൽ ഞങ്ങൾ പതുക്കെ അവിടെ തന്നെ നിൽക്കാൻ നോക്കുക. താങ്ക് യു സോ മച്ച്. നമുക്ക് വൈൻഡപ്പ് ചെയ്യാമോ? ആർക്കെങ്കിലും ചോദ്യം എല്ലാം ഉണ്ടെങ്കിൽ ചോദിക്കാൻ 5 മിനിറ്റ് സമയമുണ്ട്. അതിനകത്ത് വൈൻഡപ്പ് ചെയ്യാവുന്ന. നല്ല ക്ലാസ് ആയിരുന്നു വെച്ചോ. എല്ലാം ഈ പുസ്തകം പ്രാക്ടിസ്റ്റിക് ഇതായിട്ട് നമ്മൾ ഈ നമ്മുടെ ഓർത്തഡോക്സ് സ്റ്റഡി ബൈബിൾ ഇറക്കിയിരിക്കുന്ന അങ്ങനെ ഒരു ബൈബിൾ നമ്മുടെ സഭയ്ക്ക് ഇല്ല, അല്ലേ? ഉണ്ടോ? മലയാളത്തില് ഓർത്തഡോക്സ് സ്റ്റഡി ബൈബിളിന്റെ കൂട്ട് ഒരു ബൈബിൾ ഉണ്ടോ? ചെയ്യാനുള്ള ഒരു ക്രമീകരണം ഒക്കെ ചെയ്തു വരുന്നുണ്ട്, പക്ഷെ അത് എത്രമാത്രം അത് പ്രാക്ടിക്കൽ ആകും എന്നുള്ളതിനെ കുറിച്ച് സംശയമുണ്ട്. ഓരോ ആളുകൾ, അതിന്റെ ഇടയ്ക്ക് 1-2 ആളുകൾ, നമ്മളുടെ പഴയ നിയമവുമായി ബന്ധപ്പെട്ട ആളുകൾ നമ്മുടെ ഈ ലോകത്തിൽ നിന്നും കടന്നുപോയി. അങ്ങനെയുള്ള സാഹചര്യം വന്നപ്പോഴത്തേക്കിനും പല കാര്യങ്ങളും പെൻഡിങ് നിൽക്കുകയാണ്. എന്നാലും നമ്മളെ പഴയ നിയമത്തിലെ സെമിനാരി അധ്യാപകരൊക്കെ അതിനുവേണ്ടി ശ്രമിക്കുന്നുണ്ട്. ഓർത്തഡോക്സ് സ്റ്റഡി ബൈബിൾ എന്ന് പറയുന്ന ഒരു ബുക്ക് ഉണ്ടല്ലോ, നമ്മളെ ഈ ഇവിടുത്തെ ഓർത്തഡോക്സ് ചർച്ച ഇറക്കുന്ന ഒരു അമേരിക്കൻ ഓർത്തഡോക്സ് ചർച്ച ഇറക്കുന്നതാണെന്ന് തോന്നുന്നത്, അല്ലേ? ഇംഗ്ലീഷ് ബുക്ക്. അതിനകത്തെ നോട്ട്സ് കൊടുത്തിരിക്കുന്ന വിവർത്തനങ്ങൾ നമ്മുടെ സഭ എത്രമാത്രം അംഗീകരിക്കുന്നുണ്ട് പാട്രിസ്റ്റിക് ടീച്ചിങ്ങുമായിട്ട് ചേർന്ന്? അതിനെക്കുറിച്ച് പറയുവാണെങ്കിൽ അത് ഒരു പരിധിവരെ നമുക്കത് ഫോളോ ചെയ്യാവുന്നതാണ് എന്നേ പറയാൻ പറ്റില്ല. കാരണം നമുക്ക് സംതിങ് ഇസ് ബെറ്റർ ദാൻ നത്തിങ് എന്ന് പറയുന്ന പോലെ അത് നമ്മുടെ സഭയുമായിട്ട് യാതൊരു ബന്ധവും ഇല്ലാതെ, പ്രത്യേകിച്ച് ഈ ഓറിയന്റൽ ഓർത്തഡോക്സ് സഭകളുമായിട്ട് പോലും പ്രത്യേകിച്ച് അവരുടെ ഇനിഷ്യേഷൻ ഒന്നുമില്ല.
നമുക്കറിയാലോ ബൈസന്റിയൻ ചർച്ചാണ് ഈ ഓർത്തഡോക്സ് സ്റ്റഡി ബൈബിളിന്റെ ഒരു പബ്ലിക്കേഷൻ നടത്തിയിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഇല്ലാത്തത് കൊണ്ട് മാത്രം അത് ഉപയോഗിക്കുന്നത് മാത്രമേ പറയാൻ പറ്റുകയുള്ളൂ. അതുകൊണ്ട് നമുക്ക് കംപ്ലീറ്റ്ലി നമ്മുടെ വിശ്വാസം ഈ ഓർത്തഡോക്സ് സ്റ്റഡി ബൈബിൾ അടിസ്ഥാനപ്പെടുത്തിയാണ് നമുക്ക് പറയാൻ പറ്റും. അതുപോലെ തന്നെ ചില കാര്യങ്ങളൊക്കെ നമുക്ക് റെഫർ ചെയ്യാൻ പറ്റും എന്നുള്ളതല്ലാതെ കംപ്ലീറ്റ്ലി നമുക്ക് അതിനെ നമ്മുടെ വിശ്വാസവുമായിട്ട് ബന്ധിപ്പിക്കാൻ ഒരുപാട് പ്രയാസങ്ങളുണ്ട്. ശരിയാണ്, സൂചിപ്പിച്ചതിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന അതാണ്. അപ്പൊ ഞാൻ ചോദിക്കുന്ന ഇവിടെ നമ്മുടെ സെമിനാരി പഠിക്കുന്ന അച്ഛന്മാർ പഠിക്കുന്ന കോളേജ് അവിടെ ഏത് ഇത് ഉപയോഗിക്കുന്നത്? അവിടെയും ഞാൻ മുമ്പ് പറഞ്ഞല്ലോ, നമുക്ക് ബൈബിൾ ഇല്ലാത്തത് കൊണ്ട് നമുക്ക് ബൈബിൾ സൊസൈറ്റിയുടെ പ്രൊട്ടസ്റ്റന്റ് ബൈബിൾ ഉപയോഗിക്കാറുണ്ട്. അതുപോലെ തന്നെ നമുക്ക് പ്രിഫർ ചെയ്യുന്ന വേർഷൻ ഇംഗ്ലീഷ് ബൈബിൾ എന്ന് പറഞ്ഞാൽ ഓർത്തഡോക്സ് സ്റ്റഡി ബൈബിൾ എന്നുള്ളതിനേക്കാൾ കൂടുതൽ NRSV ആണ്, ന്യൂ റിവൈസ്ഡ് സ്റ്റാൻഡേർഡ് വേർഷൻ ആണ് നമുക്ക് കുറച്ചും കൂടി നമ്മൾക്ക് പ്രിഫർ ചെയ്യുന്ന ബൈബിൾ. ഗുഡ് ന്യൂസ് ബൈബിളോ? എങ്ങനെ? ഗുഡ് ന്യൂസ് ബൈബിളിന്റെ ന്യൂ റിവൈസ്ഡ് വെർഷനോ? ഗുഡ് ന്യൂസ് ബൈബിൾ അല്ല, സതുസുവാർത്ത ബൈബിൾ, കിങ് ജെയിംസ് വെർഷന്റെ അതിന്റെ ഈ വെർഷന്റെ പേര് ന്യൂ റിവൈസ്ഡ് ന്യൂ റിവൈസ്ഡ് സ്റ്റാൻഡേർഡ് വെർഷൻ, അതാണ് അതിന്റെ പേര്. അപ്പൊ ഇപ്പൊ നമ്മളാണെങ്കിൽ പ്രസംഗമൊക്കെ പ്രിപ്പയർ ചെയ്യുന്ന സമയത്തും വെറുതെ ഒരു ചാപ്റ്റർ ഇങ്ങനെ റെഫറൻസ് ഇങ്ങനെ സെർച്ച് ചെയ്യുന്നതിനേക്കാളും കൂടുതൽ അതിന്റെ NRSV എന്നും കൂടി ഇട്ട് സെർച്ച് ചെയ്യുമ്പോൾ അതിന്റെ കുറച്ചും കൂടി നമ്മുടെ വിശ്വാസവുമായിട്ട് ബന്ധപ്പെട്ട് ചേർന്ന് നിൽക്കുന്ന, അല്ലെങ്കിൽ കുറച്ചും കൂടി കോമൺ ആണ്, മിക്കവാറും എല്ലാ സഭകളിലും കോമൺ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു വേർഷൻ കൂടിയാണ് NRSV. തന്നെയല്ല അതിന്റെ ലാംഗ്വേജ് കുറച്ചും കൂടി സിമ്പിൾ ആണ്, കുറച്ച് മനസ്സിലാക്കാനും തിയോളജിക്കലായിട്ടാണെങ്കിലും കുറച്ച് സൗണ്ടഡ് ആയിട്ടുള്ള ഒരു വേർഷനാണ് NRSV. അത് ഇറക്കുന്ന ആരാ? അത് ഞാൻ നോക്കിയിട്ട് പറയാം, നമ്മുടെ സഭയല്ല എന്തായാലും. അത് മേടിക്കാൻ കിട്ടുമോ ആമസോൺ? പിന്നെ ഒരുപാട്, പിന്നെ അത് ഒത്തിരി അവൈലബിൾ ആണ്. അച്ഛൻ, അപ്പം ഏറ്റവും ഭംഗിയായിട്ടുള്ള ക്ലാസ്സുകൾക്ക് വളരെയധികം നന്ദി. എല്ലാം ഞങ്ങൾ പ്രത്യേകമായി പറയുന്നു, നന്ദി അറിയിക്കുന്നു. താങ്ക് യു. കൺക്ലൂഡ് ചെയ്യാവുന്നല്ലേ? നമുക്ക് പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കും. ശുദ്ധമുള്ള പിതാവേ, ശുദ്ധമുള്ള നാമത്താൽ ഞങ്ങളെ കാത്തുകൊള്ളണമേ. രക്ഷിതാവായ പുത്രന്റെ ജയമുള്ള ശ്രീബായ ഞങ്ങളെ മറച്ചുകൊള്ളണമേ. ശുദ്ധമുള്ള റൂഹ, ശുദ്ധമുള്ളതിന്റെ കുടിയിരിപ്പിന്റെ ഭവനങ്ങളായി ഞങ്ങളെ ശമിക്കണമേ. ഞങ്ങളുടെ ദൈവമായ കർത്താവേ, നേരമൊക്കെയിലും കാലമൊക്കെയിലും എല്ലാ സമയങ്ങളിലും നിന്റെ ദൈവത്തെ ചുരുക്കം കീഴിൽ ഞങ്ങളെ മറച്ചുകൊള്ളണമേ. ആമേൻ. പിതാവായ ദൈവത്തിന്റെ സ്നേഹവും ഏകജാതനായ പുത്രന്റെ കൃപയും പരിശുദ്ധ റൂഹായുടെ സംബന്ധവും സഹവാസവും എല്ലാവരുടെ പേരും ഈ ദിവ്യബോധനം പാഠ്യപദ്ധതിയുടെ മേലും ഇതിന് നേതൃത്വം കൊടുക്കുന്ന സകലരുടെ മേലും ഇതില് ചെറുതും വലുതുമായി ഭാഗവാക്കാകുന്ന എല്ലാ സഹോദരങ്ങളുടെ മേലും നാം പഠിക്കുന്ന ഓരോ പാഠപുസ്തകങ്ങളുടെ മേലും തുടർന്നുള്ള നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളുടെ മേലും ഇപ്പോഴും എപ്പോഴും എന്നേക്കുണ്ടായിരിക്കുമാറാകട്ടെ. കുറച്ച് നാളായിട്ട് എന്റെ അത്തിയടി സഹിച്ച എല്ലാവർക്കും നന്ദി. താങ്ക് യു സോ മച്ച്. ഇനി ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ നമുക്ക് ഇനിയും കാണാം. താങ്ക് യു. ഗുഡ് നൈറ്റ് എവരിവൺ. താങ്ക് യു.